ഏറ്റവും ആദരണീയനായ വികാരിയച്ച, സെക്രട്ടറി, സഭാംഗങ്ങളെ, സെൻറ് തോമസ് ഓർത്തഡോക്സ് സഭയുടെ നമ്മുടെ സെൻറ് തോമസ് ചർച്ചിൻ്റെ 75ാമത് ആഘോഷ വർഷങ്ങളിലേക്ക് കടക്കുമ്പം ഒരു വർഷം മുഴുവനൊരു നവീകരണ വർഷമായിട്ടാണ് ക്രമീകരിച്ചത് എന്നറിയുന്നു. ഞാൻ നേരത്തെ ഇവിടെ വരേണ്ടതായിരുന്നു, പക്ഷേ പെട്ടെന്ന് എനിക്ക് സ്റ്റേറ്റ്സിലേക്ക് USA പോകേണ്ടി വന്നു. ജൂൺ 5-ന് അല്ലെങ്കിൽ 7-ാം തീയതി ഞാൻ വരേണ്ടതായിരുന്നു. സഭയുടെ അത്യാവശ്യ കാര്യങ്ങളാൽ പോകേണ്ടി വന്നതാണ്. എന്നാലും ഒരു ദിവസം നിങ്ങളുടെ കൂടെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പം ദൈവം അതിനുള്ള സമയം ഇന്ന് ക്രമീകരിച്ചു. ഒരു ചെറിയ ബൈബിൾ ഭാഗം വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ 1 മണിക്കൂർ സമയം നമ്മൾ കടന്നു പോകുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വചനങ്ങൾ. ഉൽപ്പത്തി 2, 18 മുതൽ 25 വരെ. ദൈവമായ കർത്താവ് താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലത് എന്ന് കണ്ടു, എന്നാൽ ഒന്നു മാത്രം നന്നല്ല എന്ന് കണ്ടു, പുരുഷൻ ഏകനായിരിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളെയും കൊണ്ടുവന്നു, അവനെ വിളിച്ച് അവയ്ക്ക് പേരായി തീർന്നു, എന്നാൽ ചേർന്ന ഇണയെ കണ്ടില്ല. ദൈവമായ കർത്താവ് പുരുഷനെ ഗാഢനിദ്രയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയലുകളിൽ ഒന്നെടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. നരനിൽ നിന്നും എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് വിളിക്കപ്പെട്ടു. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല. ഇതാണ് ആദ്യത്തെ കുടുംബചിത്രം. ഒരു ഇടവകയുടെ ബലം ഇടവകയിലെ കുടുംബങ്ങളുടെ ബലമാണ്. 100 കുടുംബങ്ങൾ തമ്മിൽ വഴക്കുണ്ടെങ്കിൽ ഇടവക ശിഥിലമാകും. നമ്മുടെ ഐക്യമാണ് സെൻറ് തോമസ് ഇടവക സമൂഹത്തിൻ്റെ ബലം. ആ ബലത്തിൻ്റെ അടിസ്ഥാനം കുടുംബത്തിൻ്റെ ബലമാണ്. വീട്ടിൽ സന്തോഷമുള്ള അപ്പനാണോ ഇടവകയിലും സമൂഹത്തിലും സന്തോഷമാണ്. വീട്ടിൽ സന്തോഷമുള്ള അമ്മയാണോ ഭാര്യയാണോ ചെല്ലുന്നിടത്തെല്ലാം സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഇപ്പം 75 വർഷം ഒരു ഇടവക തികയ്ക്കുമ്പോൾ നമ്മുടെ കുടുംബം അല്പം കൂടെ മെച്ചപ്പെടുത്തി നവീകരിച്ച് ബലമുള്ള കുടുംബമായി, ബലപ്പെട്ട ഇടവകയായി, ബലപ്പെട്ട സഭാഗാത്രമായി നമ്മുടെ കുടുംബങ്ങൾ മാറണം. ദൈവമായ കർത്താവ് എല്ലാം നല്ലതെന്ന് കണ്ടു. പക്ഷെ ദൈവം നോക്കിയപ്പം പുരുഷൻ ഒറ്റയ്ക്കിരിക്കുന്നു. അപ്പം അവന് ചേർന്ന ഇണയെ കൊടുക്കണം. അന്ന് വരെ സൃഷ്ടിച്ച ഓരോന്നിനെയും കൊണ്ടുവന്നിട്ട് നോക്കി, ചേരുവോ? പുറയിൽ ആദം, മുമ്പിൽ എരുമ, ഒട്ടും ചേരിയല്ല. ഇടതുവശത്ത് ആദം, വലതുവശത്ത് പിടിയാന, ശകലം പോലും ചേരിയല്ല. ഒരു വശത്ത് ആദം, മറുവശത്ത് വെച്ചു പശുവിനെ നിർത്തി നോക്കി, ഒട്ടും ചേരിയല്ല. തമ്പുരാന് പിടികിട്ടി, തേങ്ങാമുറിയും അടയ്ക്കാമുറിയും കൂടെ ചേരിയല്ല. തങ്കച്ചനും തങ്കമ്മയും കൂടെ ശരിക്കും ചേരും. ദൈവം എന്ത് ചെയ്തു? പുരുഷനെ ഗാഢ നിദ്രയിൽ ആട്ടി. ബൈബിൾ നിങ്ങളെല്ലാവരും വായിക്കുന്നവരാ, തെളിച്ച് വായിക്കണം. ചില വാക്യങ്ങൾ ചുരുക്കം പ്രാവശ്യമുള്ളൂ, പിന്നെ കാണുകയില്ല. അങ്ങനെ ചുരുക്കമുള്ള ഒരു വാക്കാണ് ഗാഢനിദ്ര. ആർക്കാണ് കിട്ടിയത്? ആണുങ്ങളുടെ വർഗത്തിന് കിട്ടിയ കാലമേതാ? പെണ്ണുങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ആണുങ്ങൾ വെച്ച് മഹാഭാഗ്യം ഗാഢനിദ്ര. ദൈവം പറഞ്ഞു, പൊന്നുമോനെ ഉറങ്ങടാ, ഉറങ്ങും. മനസ്സമാധാനത്തോടെയുള്ള നിന്റെ ഒടുക്കത്തെ ഉറക്കം. ഉറക്കം കിടന്നാരണം വന്നിട്ടുണ്ട്, കിടന്നുറങ്ങുക. അവൻ്റെ എല്ലാം ഒടിച്ചെടുത്തു, അവൻ അറിഞ്ഞില്ല. അവളെ കൊണ്ട് നിർത്തിയപ്പോൾ ആദ്യത്തെ ഉടമ്പടി ആരംഭിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പേര് ഉടമ്പടികളുടെ പുസ്തകമെന്നാണ്. 3 ഉടമ്പടികൾ ഉൽപ്പത്തിയിലുണ്ട്. ഒന്നാമത്തെ ഉടമ്പടി കല്യാണം, ഉൽപ്പത്തി 2:23. ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീയോട് പറഞ്ഞു, മോളെ നിന്റെ അസ്ഥിയുടെ അസ്ഥി, മാംസത്തിൻ്റെ മാംസം. രണ്ടാമത്തെ ഉടമ്പടി ഉൽപ്പത്തി 9, ദൈവവും നോഹയും തമ്മിൽ. മൂന്നാമത്തെ ഉടമ്പടി ഉൽപ്പത്തി 12, ദൈവവും അബ്രഹാമും തമ്മിൽ. ഒന്നാമത്തെ ഉടമ്പടി വിവാഹ ഉടമ്പടിയാണ്. അവളെ കണ്ടോം പറഞ്ഞ വാക്യതാണ്, നരനിൽ നിന്നും എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് വിളിക്കപ്പെട്ടു. ആണുങ്ങൾ തെളിച്ച് വിളിക്കേണ്ട വാക്കായത്. ചില ആണുങ്ങൾ കുടി, മുൻകോപം പലതും വരുമ്പോൾ നാരിയുടെ രായുടെ അടിയിലുള്ള കുനിപ്പ് കാണുകയല്ല, ബാക്കിയേ കാണത്തുള്ളൂ. നരനും നാരിയുമായി, പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ലോകത്തിൽ ഉടമ്പടി ആരംഭിച്ചു. ഉടമ്പടി ഇംഗ്ലീഷിൽ 2 വാക്കാണ്. ഒന്ന് കോൺട്രാക്റ്റ്, 2 കവനന്റ്. നരേന്ദ്രമോദിയും ബൈഡനും തമ്മിൽ കോൺട്രാക്റ്റ്, മോശയും ദൈവവും തമ്മിൽ കവനന്റ്. 2 വശത്തും മനുഷ്യനാണെങ്കിൽ കോൺട്രാക്റ്റ്, ഒരു വശത്ത് മനുഷ്യനും മറുവശത്ത് ദൈവവുമാണെങ്കിൽ കവനന്റ്. ഹിന്ദുവിൻ്റെ കല്യാണം സിവിൽ കോൺട്രാക്റ്റ്, മുസൽമാൻ്റെ കല്യാണം സിവിൽ കോൺട്രാക്റ്റ്, ക്രൈസ്തവൻ്റെ കല്യാണം
കവനൻ. ഒരു വശത്ത് ദൈവവും മറുവശത്ത് മനുഷ്യനുമാണ് നമ്മുടെ കല്യാണം. ഹിന്ദുക്കൾക്ക് മനുഷ്യരുടെ ഉടമ്പടിയാണ്. അതുകൊണ്ടാണ് 1848 ഇന്ത്യൻ ഹിന്ദു മാര്യേജ് ആക്ട് പ്രകാരം പറയും, ഭർത്താവിനെയും മക്കളെയും ശരിക്കും നോക്കാത്ത ഭാര്യയെ കെട്ടിയവൻ ഉപേക്ഷിക്കണം, ഭാര്യയെ കുഞ്ഞുങ്ങൾ നോക്കാത്ത കെട്ടിയവനെ ഭാര്യ ഉപേക്ഷിക്കണം. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം RS നേതാവ് മോഹൻ ഭാഗവത് ദില്ലിയിൽ പ്രസംഗിച്ചു, കുടുംബം നശിപ്പിക്കുന്ന കെട്ടിയവനെ കൂടി നിൽക്കുന്ന ഭാര്യ സമൂഹത്തിലെ ശാപമാ, അവൾ ഉപേക്ഷിക്കണം. അത് ഉടമ്പടി പ്രകാരമാണ്. പക്ഷെ നമുക്കോ കവൻ. നരേന്ദ്രമോദി ട്രംപിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ, വാഷിംഗ്ടൺ DC അദ്ദേഹം വന്നപ്പോൾ എൻ്റെ ധ്യാനം നടക്കുക നമ്മുടെ സമൂഹത്തിന്. അന്ന് ആൾക്കാർ പ്രാർത്ഥിക്കുന്നു കേട്ടു, ദൈവമായ കർത്താവേ, ആദിയിൽ നിന്നും വ്യാധിയിൽ നിന്നും രക്ഷിക്കണേ. അതായിരുന്നു അന്നത്തെ പ്രാർത്ഥന. അപ്പോൾ ഈ ബൈഡനും മോഡിയും തമ്മിൽ കോൺട്രാക്ട്, മോശയും ദൈവം തമ്മിൽ കവനൻ. ഹിന്ദുക്കൾക്ക് വിവാഹമോചനം എളുപ്പം, ഞാൻ കുടുംബക്കോടതി സഹായിക്കുന്ന വക്കീലും കൂടാണ്. മുസ്ലിങ്ങൾക്ക് എളുപ്പം, പക്ഷേ നമുക്കോ പറ്റുകയില്ല. ചുറ്റിയ പാമ്പ് കടിച്ചേ പോകൂ. മത്തായി 19:6 ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. ഇന്ന് വേർപെടുത്താൻ ബഹളം വെക്കുന്ന ലോകത്തിലാണ് ഡൈവോഴ്സ് കേസുകൾ എത്ര എണ്ണമായിന്ന് ഫയൽ ചെയ്യപ്പെടുക. ഡൈവോഴ്സ്, ഒരുത്തൻ കുടുംബക്കോടതിയെ സമീപിച്ച് പറഞ്ഞു ഡൈവോഴ്സ് വേണം. കോടതി ചോദിച്ചു എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? അവൻ പറഞ്ഞു 15 വർഷം. മക്കൾ എത്ര? 3 മക്കളും 3 വർഷവും 15 മക്കളും ആയപ്പോഴാണോ ഡൈവോഴ്സ്? കല്യാണം കഴിഞ്ഞ ആദ്യ കാലങ്ങളിൽ ചിന്തിക്കാൻ മേലായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, ആദ്യ രാത്രി കഴിഞ്ഞപ്പോൾ മുതൽ ഡൈവോഴ്സ് ആഗ്രഹിച്ചതാണ്. അതെന്താ? അപ്പോൾ അവൻ പറഞ്ഞു, മൂടച്ചട്ടി, കപ്പ്, സ്പൂണ്, പോർക്കെടുത്ത് ഭാര്യ എനിക്കിട്ട് ഏറോട് ഏർ. ജഡ്ജി പറഞ്ഞു 15 വർഷം സഹിച്ചല്ലോ, ഇപ്പോൾ എന്താ? അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, അടുത്ത ഇടയായി അവർക്ക് ഉന്നമായിട്ട് വരുന്നു. ഇത്രനാൾ കൊള്ളുകയില്ലായിരുന്നു, ഉന്നമായിട്ട് വരുന്നു. അപ്പോൾ അവസാനം കോടതിക്ക് ഒരു സഹതാപം തോന്നി. കോടതി പറഞ്ഞു, ഏതായാലും 15 വർഷമായല്ലോ, മക്കൾ 3 കൃത്യം പപ്പാതി മുറിക്കാമെങ്കിൽ ഡൈവോഴ്സ് തരാം. വെട്ടി മുറിക്കാൻ പറ്റുമോ? അവൻ ബിരുദന. അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, 1 വർഷം കൂടെ തന്നാൽ മതി, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. അവളെയും കൂട്ടിപ്പോയി. താമസിയാതെ ഗർഭിണിയായി. പ്രസവം കഴിഞ്ഞ് 21-ാം ദിവസം ഡൈവോഴ്സിൻ്റെ ഫൈനൽ ഡേറ്റ്. ഇവരിങ്ങനെ നോക്കി നിന്നു. 4ാമത്തെ കുഞ്ഞാകുമ്പോൾ 2 കൃത്യം പപ്പാതി മുറിക്കാം. പക്ഷെ അവൻ്റെ ഗതികേട്, അവൾ 4ാമത് പ്രസവിച്ചത് ഇരട്ടപ്പിള്ളേർ 5 പോയെന്ന് ഓർത്താലും നടക്കണമെന്നില്ല. ദൈവം യോജിപ്പിച്ചത്, മനുഷ്യൻ വേർപെടുത്തരുത്. ദൈവം യോജിപ്പിച്ചത്. അപ്പം ലോകത്തിൽ സ്ത്രീ ഉണ്ടായതിനു ശേഷമാണ് ചില ഐറ്റങ്ങൾ ആരംഭിച്ചത്. വർത്തമാനം, ചിരി, കരച്ചില്, നിലവിളി, നെഞ്ചത്തടി, ഏങ്ങലടി, ഇതൊക്കെ ആരംഭിച്ചത് സ്ത്രീ ഉണ്ടായതിനു ശേഷമാണ്. വർത്തമാനം ആരംഭിച്ചത് തന്നെ പെണ്ണുങ്ങൾ ഉണ്ടായതിനു ശേഷമാണ്. സായിപ്പന്മാർ പറയും, പർദീസായിലെ ആദ്യത്തെ സംസാര ഭാഷ ഇംഗ്ലീഷായിരുന്നു. ഞെട്ടിയിരുന്നതിൻ്റെ പുരുഷൻ നോക്കുമ്പം ഒരു സുന്ദരി പെണ്ണ് മുമ്പിൽ നിൽക്കുന്നു. അവൻ ഇംഗ്ലീഷിൽ സ്വയം പരിചയപ്പെടുത്തി. എങ്ങനെ? മാഡം, ഐ ആം ആഡം. അങ്ങനെ വർത്തമാനം ആരംഭിച്ചെന്ന. മലയാള ഭാഷാപ്രേമികൾ പറയും, പർദീസയിലെ ആദ്യ ഭാഷ മലയാളം. ഞെട്ടിയിരുന്നിട്ട് ആദം നോക്കുമ്പോൾ പനങ്കല പോലത്തെ മുടി പാദം മുട്ടി കിടക്കുന്ന ഒരു മാതകത്തടുപ്പ് മന്ദം നടന്നു നീങ്ങുന്നു. അവൻ സ്വയം പരിചയപ്പെടുത്തി. അവളോട് പറഞ്ഞു, നീ പോകല്ലേ. ഹേ വാ ഹവ്വ, അങ്ങനെ വാക്കുണ്ടായെന്നാണ്. സ്ത്രീ ആണുങ്ങളെക്കാൾ വർത്താനം പറഞ്ഞറിയാവുന്നത് തമിഴന്മാർക്കാണ്. തമിഴന്മാർ സ്വന്തം ഭാര്യയെ വിളിക്കുന്ന പേര് തന്നെ സംസാരം എന്നാണ്. രണ്ടും കൂടെ ഒത്തുപോകുന്ന വകുപ്പ് എന്നാണ് പറയുക. അപ്പം വർത്തമാനം ആരംഭിച്ചു. ഒരു കാര്യം സത്യമാണ്, കുടുംബത്തിൽ സ്ത്രീ വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ ആ വീട് ജില്ലാശുപത്രിയിലെ മോർച്ചറി പോലെയാണ്. എന്തെങ്കിലും സ്ത്രീകൾ പറഞ്ഞുകൊണ്ടിരിക്കണം, പറഞ്ഞില്ലെങ്കിൽ അനക്കമില്ല. സാധാരണ കുടുംബ കോടതിയിലൊക്കെ കോടതിക്ക് പുറത്ത് കേസ് തീർക്കാൻ വേണ്ടി ചില ജഡ്ജിമാർ ഒഴിവിൽ എൻ്റെ ആശ്രമത്തിലേക്ക് ആൾക്കാരെ പറഞ്ഞയക്കും. പലരുടെയും പ്രശ്നം മിണ്ടാൻ സമയമില്ല. വഴിയിൽ ഭയങ്കര വർത്തമാനം. ജനശ്രീ, കുടുംബശ്രീ, പള്ളി, കമ്മിറ്റി എല്ലാത്തിലും ഉണ്ട്. പക്ഷെ വീട്ടിൽ വരുമ്പം മിസ്റ്റർ സക്കറിയ, മിസ്സസ് എലിസബത്ത്, നിത്യം അവനും കുത്തിയിരിപ്പ്, മിണ്ടാൻ ഇടയില്ല, സൗകര്യമില്ല. ഒരു 15 മിനിറ്റ് ഭാര്യാഭർത്താക്കന്മാർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അടുത്തിരുന്ന വർത്താനം പറഞ്ഞാൽ
കുടുംബം വിശുദ്ധമാകും, സഭ വിശുദ്ധമാകും. അടിസ്ഥാനം. ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു, നല്ല ഭാര്യാഭർത്താക്കന്മാർ ഒരു 15 മിനിറ്റ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അടുത്തിരുന്ന് വർത്തമാനം പറയണം. അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛോ 15 മിനിറ്റ് ഒന്നും വേണ്ട, ഈ മനുഷ്യൻ ഒരു 5 മിനിറ്റ് മിണ്ടിയാൽ മതി. അദ്ദേഹം മിണ്ടത്തില്ല. സന്ധ്യ ആകുമ്പം 3 അടിയുടെ കാര്യം പറയും, വേറെ ഒന്നും പറയത്തില്ല. 3 അടി എന്തെല്ലാവാ? 1 പ്രാർത്ഥിക്കടി, 2 കഞ്ഞി വിളമ്പടി, 3 പാവിരിക്കടി. ഈ 3 അടിയേ ഉള്ളൂ, വേറെ സംസാരമില്ല. ഇപ്പൊ കുടുംബത്തിൽ സംസാരം വേണം. ഒരു സ്ത്രീ ധ്യാനത്തിൽ വന്നവൻ പറഞ്ഞു, എൻ്റെ കെട്ടിയവനെ കാണുമ്പം അടിവേറ് നോക്കി ഒരു തൊഴി കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതെന്നെ അടിഞ്ഞു ചോദിച്ചു. ആദ്യ രാത്രിയിൽ ചൂടടിച്ച് മുട്ടി ഉരുമി കൊച്ചു വർത്താനം പറഞ്ഞ് കിടക്കാമെന്ന് പറഞ്ഞപ്പോൾ പാതിരാത്രി 12 മണിക്ക് ഞാൻ ചാടി എന്ന് ചോദിക്കുക, ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം ഏതാടി? ഇതെന്നാ വെച്ചാൽ ഭൂമിശാസ്ത്രം പഠിക്കാനാണോ എന്നെ കെട്ടിക്കൊണ്ടുവന്ന്? നീനല്ല അങ്ങനെ ചോദിച്ചത്. എൻ്റെ അച്ഛ വിവാഹത്തിന് ഒരുക്കിയ ധ്യാനഗുരു പറഞ്ഞായിരുന്നു, വിഷയങ്ങൾ തീരുമ്പോൾ മനഃപൂർവ്വം വിഷയങ്ങൾ ഉണ്ടാക്കി വർത്താനം പറയണം. ഒരു പൊതുവിജ്ഞാനം ആരംഭിക്കാൻ വേണ്ടി വിഷയം എടുത്തിട്ടതാ. ഇത്രയും വലിയ വിഷയമാകുന്നു ഒരിക്കലും ഓർത്തിരുന്നില്ല. മനഃശാസ്ത്രം പറയുന്നത് ആണുങ്ങൾ ഒരു ദിവസം 7000 വാക്ക് പറയും, സ്ത്രീ ഒരു ദിവസം 14,000 വാക്ക് പറയും. ആ തലച്ചോറിലെ നാടിഞരമ്പുകളുടെ വ്യത്യാസമില്ല. പുരുഷൻ 7000 വാക്ക്, സ്ത്രീ 14,000 വാക്ക്. വർത്തമാനം മാത്രമല്ല, ആക്ഷൻ, ഗോഷ്ഠി, ചേഷ്ട എല്ലാം കൂടാണ് 7000 14,000. ഭർത്താവ് രാവിലെ കോട്ടയം വരെ പോയി തിരിച്ചു വന്നപ്പോൾ അവൻ്റെ 6500 വാക്കും വഴി തീർന്നു പോയി. പിന്നെ 500 കൊണ്ടാണ് വീട്ടിലോട്ട് വരിക. ഭാര്യ പരിക്കേതിരിക്കുക, അവൾക്ക് 14,000 ഉണ്ട്. വരുന്ന പാടെ പടപടപടാന്ന് പറയുമ്പോൾ മിണ്ടായ വീടിന്ന് പറയില്ല. അങ്ങനെ മിണ്ടാതിരുന്നാൽ നാളെ അവൾ 28,000 വാക്കുമായിട്ട് വരും. അതുകൊണ്ട് ഓരോ ദിവസവും 15 മിനിറ്റ് വർത്തമാനം പറയണം. ഇനി ആണുങ്ങൾ അധികം മിണ്ടിയില്ലെങ്കിൽ പിണക്കുവാന്ന് ഓർത്തേക്കല്ലേ, അവൻ്റെ സ്റ്റോക്ക് നാഗമ്പടുത്ത് തീർന്നു പോയി, പിന്നെ 500 ഉള്ളൂ. അത് ഉൾക്കൊള്ളാൻ ഒരു സ്ത്രീയും പഠിക്കണം. ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, എടി ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആണുങ്ങൾ ഡെയിലി 7000 വാക്ക് പറയുമ്പോൾ നിങ്ങൾ പൊട്ടിപ്പെണ്ണുങ്ങൾ 14,000 വാക്കാണ് പറയുന്നത്. ഭാര്യ പറഞ്ഞു, ഞങ്ങളുടെ കുഴപ്പമല്ല, തന്നെപ്പോലുള്ള കിഴങ്ങന്മാരെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ പാവം പെണ്ണുങ്ങൾ എല്ലാം 2 പ്രാവശ്യം ആവർത്തിക്കണം. അങ്ങനെ 7000 14,000 ആയതാ. അവൻ ചോദിച്ചു, എന്നാടിനെ പറഞ്ഞേ? കണ്ടോ, അതുപോലും 2 പ്രാവശ്യം പറഞ്ഞാലേ പിടി കിട്ടത്തുള്ളൂ. ഇപ്പം സംസാരം ആരംഭിച്ചു, ചിരി ആരംഭിച്ചു, വർത്തമാനം ആരംഭിച്ചു. കുടുംബത്തിൽ ദാമ്പത്യ ബന്ധത്തിൻ്റെ സ്നേഹത്തിന് ചക്രവാളം തുറന്നു. അവിടെ പറയുന്നൊരു വാക്കുണ്ട്, പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല. ഉൽപ്പത്തി 2:25 വാക്യം. അതിൻ്റെ അർത്ഥം എന്താ? തുണിയില്ലാത്ത കെട്ടിയവൻ കെട്ടിയവളെന്നല്ല. അതിൻ്റെ അർത്ഥം ഒളിക്കാനില്ലാത്ത ദാമ്പത്യം എന്നാണ് അതിൻ്റെ വചന വ്യാഖ്യാനം. ഒളിക്കാനില്ലാത്ത ദാമ്പത്യം. ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്കൊന്നുമില്ല, ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിനൊന്നുമില്ല. ഒളിച്ച കാശിടപാടില്ല, കത്തിടപാടില്ല, വാട്സപ്പില്ല, സൗഹൃദങ്ങളില്ല. ഭാര്യ അറിയാത്ത ഒന്നും ഭർത്താവിനില്ല, ഭർത്താവ് അറിയാത്ത ഒന്നും ഭാര്യയ്ക്കില്ല. നേരെ വാ നേരെ പോ, തുറന്ന പുസ്തകം. അതിന് പറയുന്ന വാക്കാണ് ഇൻഫൻറ്റൈൽ ഇന്നസെൻസ്, ശിശുസഹജമായ നിഷ്കളങ്കത. പൂർണ്ണ തുറവി, ശരീരത്തിലും മനസ്സിലും സകല ബന്ധങ്ങളിലും ഒരു തുറവി എന്നാണ് പറയുക. നമ്മൾ കണ്ടിട്ടില്ലേ, നഗ്നരാണെങ്കിലും ലജ്ജയില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അത് കൊച്ചു പിള്ളേരാണ്, അവർക്ക് ഒന്നും ഒളിക്കാനില്ല. ചില ആൺപിള്ളേരും മറ്റുമൊക്കെ നൂൽ ബന്ധമില്ലാതെ നടക്കുന്ന കാണാം. നടപ്പ് കണ്ടാൽ തോന്നും കാർണികയുദ്ധത്തിൽ പങ്കെടുക്കാൻ പോകണമെന്നാണ്. ഒരു നാണത്തിൻ്റെ പ്രശ്നമേ ഇല്ല. ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഒരു 3 വയസ്സുകാരൻ പൊന്നരിങ്ങാണം മാത്രം ഇട്ട് നൂൽ ബന്ധമില്ലാതെ അച്ഛൻ്റെ പുറകെ പരേഡ് നടത്തുന്നു. തള്ള പറഞ്ഞു, ചെറുക്ക നാണമില്ലേ, അകത്തുപോയി എന്നെ ഇട്ടുകൊണ്ട് വാടാ. അവൻ പോയി ആഘോഷമായിട്ട് കാലേ 2 ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നു. ഇത് മതിയോ? ഒളിക്കാനും മറയ്ക്കാനുമില്ല. ചില കള്ളുകൂടിയന്മാർക്കും ഉണ്ട് ഈ സഹജമായ നിഷ്കളങ്കത. ഒളിക്കാനും മറയ്ക്കാനും വല്ലതും ഉണ്ടോ? ഒരു കുടിയൻ ഇങ്ങനെ റോഡ് സൈഡിൽ പൂസായിട്ട് കിടന്നപ്പം ഒരു ചേട്ടനെതിരെ കടന്നുപോയി. അപ്പം ചേട്ടന് സഹതാപം തോന്നി, എഴുന്നേൽപ്പിച്ചു, മുഖവും തുടച്ചു കൊടുത്തു. അപ്പം കുടിയനും ഒരു നാണക്കേട്. അപ്പം കുടിയൻ ചോദിച്ചു, ചേട്ടൻ്റെ പേരെന്നാ? അയാൾ പറഞ്ഞു, എൻ്റെ പേര് പൗലോസ്. പൗലോസ് എന്നാ പേര്. പിന്നെ കുടിയൻ്റെ മട്ടു മാറി, ആഹാ പൗലോസാണോ, കുറേ നാളായല്ലോ കത്തെഴുതാൻ തുടങ്ങിയിട്ട്. റോമാക്കാർ മറുപടി വല്ലതും തന്നായിരുന്നു. അത് കുടിയൻ്റെ അവസ്ഥ.
ഇപ്പോൾ ഒരു പൂക്കുറ്റി പൂസായ കുടിയന്മാർ നൂൽ ബന്ധമില്ലാതെ വഴിച്ചേരില്ല. പാല KSRTC ബസ് സ്റ്റാൻഡിന് മുന്നോടി പെരുവിത്താനത്തേക്ക് ഞാൻ കുർബാനയ്ക്ക് പോവുക ഒരു ക്രിസ്മസ് ദിനത്തിൽ. രാവിലെ 9:30 ആയപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ വാതിക്കൽ 2 കുടിയന്മാർ പൂക്കുറ്റി പൂസായിട്ട് നിൽക്കുന്നു. ഒരു കുടിയൻ ജനിച്ച പാടെ കരിങ്കൽ പ്രതിമ പോലെ, ഗാന്ധി സ്റ്റാച്യു പോലെ നൂൽ ബന്ധമില്ലാതെ വളഞ്ഞു നിൽക്കുന്നു. മറ്റേ കുടിയനാണെങ്കിൽ ഒരു കീറത്തുണി ഉടുത്തില്ല പരുവത്തിൽ അരയിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്നു. ഞാനിതിലെ പോകുമ്പോൾ തുണിയുള്ള കുടിയൻ തുണിയില്ലാത്ത കുടിയനോട് പറഞ്ഞു, എടാ നാണം കെട്ടവനെ, ആ പോകുന്ന പുരോഹിതനാ, ഓർമ്മ വേണം, നമ്മൾ സഭയുടെ മക്കളാണ്, മറക്കല്ല്. എത്ര പൂസായാലും അച്ഛന്മാരെ കാണുമ്പം നാണവും ബഹുമാനവും വേണം. പൂസായ നിനക്കതിലെങ്കിലും എനിക്കുണ്ടടാന്നും പറഞ്ഞ് ഇവൻ്റേത് മൊത്തം പറിച്ച് അവനെ ഉടിപ്പിക്കുന്ന കുടിയൻ പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല, ഒളിക്കാനും മറയ്ക്കാനുമില്ല. അപ്പം അങ്ങനെ ദൈവം എന്ന കുടുംബത്തെ നമുക്ക് സ്വർഗമാക്കാനും നരകമാക്കാനും പറ്റും. ദൈവം എന്ന കുടുംബത്തെ സ്വർഗമാക്കാം, നരകമാക്കാം. കള്ളു കുടിക്കുന്ന കെട്ടിയവനാണെങ്കിൽ, മുൻകോപമുള്ള ഭർത്താവാണെങ്കിൽ ആ വീട് നരകമാവും. ബഹളം വെക്കുന്ന ഭാര്യയാണോ ആ വീട് നരകമാകും. ഒരു കള്ളുകുടിയൻ 50-ാം വയസ്സിൽ മരിച്ചു. നരകത്തിൽ ഒരു മുറി കൊടുത്തു. കാരണം ഭൂമിയിൽ നരകം പണിതവന് മരണശേഷം സ്വർഗമില്ല. നരകത്തിൽ ഒരു മുറി കൊടുത്തു. ആ നരകത്തിലിരിക്കുമ്പോൾ ഇയാൾക്കൊരാഗ്രഹം, ഭൂമിയിലെ ഭാര്യയുടെ ശബ്ദം ഒന്ന് കേൾക്കണം. കേബിൾ ഫോൺ കൊടുത്തു. ഫോണിലൂടെ ഭൂമിയിലെ ഭാര്യയോട് സംസാരിച്ചു. 1/2 മണിക്കൂറായി. ഫോൺ തിരിച്ചു കൊടുത്ത് പോർത്തു. ടൈം കൂടിയില്ലേ? ഇപ്പം ചോദിച്ചു, എന്ത് തുകയാ പേ ചെയ്യേണ്ടത്? ഇപ്പം നരകാധിപൻ്റെ മറുപടി, തുകയൊന്നുമില്ല, ഫ്രീ. അതെന്താ? നരകത്തിൽ നിന്ന് നരകത്തിലോട്ട് ലോക്കൽ കോളാണ്, അവിടെ പൈസയുടെ ആവശ്യമില്ല. ഇവിടുത്തെ നരകമാ അപ്പുറത്തെ നരകം, ഇവിടുത്തെ സ്വർഗമാ അപ്പുറത്തെ സ്വർഗം എന്നൊക്കെ പറയുക. ഇപ്പം വീട് സ്വർഗമാക്കാനും നരകമാക്കാനും പറ്റും നമുക്ക്. ഒരു കുടുംബനാഥൻ മത്തായി ചേട്ടൻ, ഭാര്യ മറിയാമ്മ ചേട്ടത്തി, 2 പേരും നല്ലവരാ. പക്ഷെ മത്തായി കുടിച്ചാൽ പരമ ചേറ്റയാ. ഭാര്യയെ അടിക്കും, മകളെ ഇടിക്കും, പാത്രം അടിക്കും. 70-ാം വയസ്സിൽ മത്തായി ചേട്ടൻ മരിച്ചു. സ്വർഗത്തിൽ കയറ്റാൻ പുണ്യവുമില്ല, നരകത്തിൽ കയറ്റാൻ പാപവുമില്ല, നടുക്കിരിക്കാൻ പറഞ്ഞു. 20 വർഷം ഇരിക്കുക സ്വർഗത്തിൽ കയറാൻ വേണ്ടി. 20-ാം വർഷം മറിയാമ്മ ചേട്ടത്തി മരിച്ചു. സ്വർഗത്തിൻ്റെ കാവൽക്കാരൻ പറഞ്ഞു, മറിയാമ്മേ, ഭൂമിയിൽ ഒരുപാട് സഹിച്ച നിനക്ക് ഇന്ന് തന്നെ സ്വർഗത്തിൽ കയറാം. മത്തായി ഇനിയും കയറിയിട്ടില്ല. പക്ഷെ സ്വർഗത്തിൽ കയറണമെങ്കിൽ ഒരു പരീക്ഷ പാസ്സാകണം. എന്താ പരീക്ഷ? ഒരു വാക്കിൻ്റെ സ്പെല്ലിങ് ചോദിക്കും. തെറ്റിയാൽ കയറ്റിയല്ല, സംശയിച്ചാൽ കയറ്റിയല്ല, അറിയത്തില്ല കയറ്റിയല്ല, ആവർത്തിച്ചാൽ കയറ്റിയല്ല, ചോദിക്കാൻ പറഞ്ഞു. ലവ്, മറിയാമ്മ ഈസി അല്ലേ? LOV, ലവ്, കയറിക്കൂ. ഇനി 1 മണിക്കൂർ മറിയാമ്മ സ്വർഗത്തിൻ്റെ വാതിൽക്കലെ കാവൽക്കാരി. സ്വർഗത്തിൽ കയറാൻ ആര് വന്നാലും വാക്കിൻ്റെ സ്പെല്ലിങ് ചോദിക്കണം. ചോദിക്കേണ്ട 5 വാക്കുകൾ: ജീസസ്, പ്രൈസ്, ഫെയ്ത്ത്, ആമേൻ, ഹല്ലേലൂയ. ഇനി 2 എക്സ്ട്രാ പീസ് വേണേ മറിയാമ്മയ്ക്ക് കയ്യിൽ നിന്ന് വിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞു. കൂട്ടുകാരി ആൻസമ്മ വന്നു. എന്നതാടി ജീസസിൻ്റെ സ്പെല്ലിങ് പറഞ്ഞു കയറ്റി വിട്ടു. സിസിലി വന്നു, ഫെയ്ത്തിൻ്റെ സ്പെല്ലിങ്. ലൂസി വന്നു, ഹല്ലേലൂയയുടെ സ്പെല്ലിങ്. അപ്പോഴാ കെട്ടിയവൻ്റെ കൂടെ വന്ന മത്തായിച്ചേട്ടൻ കുഞ്ഞ് സ്വർഗത്തിൽ കയറാൻ വരിക. മറിയാമ്മ ചേട്ടത്തി ഓർത്തു, ഭൂമിയിൽ എനിക്ക് പണി തന്നവന് ഒരു പണി കൊടുത്തിട്ടേ ഉള്ളൂ. മത്തായി ഞാൻ ചോദിച്ചു, ഓ ഹണി, നീയാണോ ഗേറ്റ് കീപ്പർ? അതെ സ്വീറ്റ് ഹാർട്ട്, ഞാൻ തന്നെയാണ്. ഫ്രീ ആയിട്ട് സ്വർഗത്തിൽ കയറ്റാവോ? പറ്റിയല്ല. പരീക്ഷ സ്പെല്ലിങ് ചോദിക്കും. എന്നാ സ്പെല്ലിങ്? കുറച്ച് വാക്കൊക്കെ ഉണ്ട്, ചോദിക്കടി. അറിയത്തില്ലെങ്കിൽ പിണക്കൊന്നും തോന്നിയേക്കല്ലേ, ചോദിക്കടി. പിന്നെ വാശിയൊന്നും വെച്ചേക്കല്ലേ, സമയം കളയാ, ചോദിക്കടി എന്ന് പറയും. ശരി, ചെക്കോസ്ലോവാക്യയുടെ സ്പെല്ലിങ് പറയാമോ? അതോടെ മത്തായിച്ചേട്ടൻ എന്നേക്കുമായി ഔട്ടായെന്ന. ഭൂമിയിലെ സ്വർഗമാണ് നിത്യതയുടെ സ്വർഗം, ഭൂമിയിലെ നരകമാണ് നിത്യതയുടെ നരകമെന്ന് പറയുക. വീടിന് ഒരു ബിബ്ലിക്കൽ പ്രതീകമാണ് കാനാൻ ദേശം. നമ്മുടെ വീട് 2 വ്യക്തി പണിയാണ്. 75-ാം വർഷത്തിലേക്ക് ഒരു വിശ്വാസ പാരമ്പര്യത്തിൻ്റെ ആഘോഷം സഭ ഘോഷിക്കുമ്പോൾ എൻ്റെ വീട് ഈ ഇടവകയിൽ എങ്ങനെയുള്ള വീടാണ്? 1 ബാബേൽ ഗോപുരം, 2 സിയോൻ ഊട്ടുശാല. 2 വ്യക്തി പണിയാണ്. ഉൽപ്പത്തി 10 നമ്മൾ കാണും, 10ഉം 11ഉം അധ്യായങ്ങളിൽ ബാബേൽ ഗോപുരം, ഒരേ ഭാഷ, ഇഷ്ടം പോലെ പണം, ശാരീരിക ആരോഗ്യം എല്ലാം ഉണ്ട്. പക്ഷെ ഭാഷ ചെതറിപ്പോയി, ദൈവമില്ല അവിടെ. കമ്പ് ചോദിക്കുമ്പം കല്ല്, കല്ല് ചോദിക്കുമ്പോൾ സിമെൻറ്റ്, സിമെൻറ്റ് ചോദിക്കുമ്പോൾ മണൽ,
മണലി ഒതുക്കുമ്പം കട്ട പാഠശാലയിൽ ഇവിടെ SH മൗണ്ടിൽ നമ്മുടെ വീട്, പണമുണ്ട്, ജോലിയുണ്ട്, ശമ്പളമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഭാഷ ചെതറിപ്പോയ വീടാണോ നിങ്ങളുടെ വീടെന്ന് ചിന്തിക്കുക. അമ്മായിമ്മ എന്നാ പറഞ്ഞാലും എതിർക്കുന്ന മരുമകൾ, മരുമകൾ എന്തു പറഞ്ഞാലും എതിർക്കുന്ന അമ്മായി അമ്മ, മക്കൾ എന്നാ പറഞ്ഞാലും അരിശപ്പെടുന്ന അപ്പനമ്മമാര്, പേരൻസ് എന്നാ പറഞ്ഞാലും ധിക്കരിക്കുന്ന മക്കൾ. ഭാഷ ചെതറിയ ബാബേൽ ഗോപുരമാ എൻ്റെ വീട്. ആഗ്രയിലെ വിശ്വവിസ്മയമാ വെണ്ണക്കൽ സൗധമായ താജ്മഹൽ. ആ താജ്മഹലിനെ നോക്കി വിശ്വകവി ടാഗോർ ഇങ്ങനെ കുറിച്ചു: കാലത്തിൻ്റെ കവിളിലെ കണ്ണുനീർത്തുള്ളി. മനോഹരമായ മാർബിൾ സൗധം, അകത്തിലാണ് ഉണങ്ങിയ ശവങ്ങൾ. SH മൗണ്ടിലും പരിസരത്തുമുള്ള ഒന്നാം തരം കെട്ടിടം. പക്ഷേ ഉണങ്ങിയ 2 ശവങ്ങൾ, വർത്താനം പറയാൻ മടിയുള്ള ഭാര്യ, സംസാരിക്കാതെ കെട്ടിയവൻ, കാരണന്മാരെ കേൾക്കാത്ത മക്കൾ. ഉഗ്രം വീടാ, പക്ഷെ വെറും ബാബേൽ ഗോപുരമാണ്. എങ്കിൽ ഈ 75-ാം വർഷം വിളിക്കുന്നു, ബാബേൽ ഗോപുരമായ നമ്മുടെ കുടുംബങ്ങളെ സിഹിയോൻ മാളികയാക്കണം. പല ഭാഷക്കാരും പല ദേശക്കാരും ഒരുമിച്ച് കൂടി, പക്ഷെ ഒരേ ഭാഷയിൽ മനസ്സിലായി. പല ഭാഷക്കാരും ദേശക്കാരും ഒരുമിച്ച് കൂടി, പക്ഷെ ഒരേ ഭാഷയിൽ മനസ്സിലായി. 80 വയസ്സുള്ള വല്യമ്മ പറയുന്നത് 10 വയസ്സുള്ള കൊച്ചുമോന് അതേ ചൈതന്യത്തിൽ മനസ്സിലാക്കാൻ പറ്റണം. 65-കാരി അമ്മായിമ്മ പറഞ്ഞത് 25-കാരി മരുമകൾക്ക് അതേ സ്പിരിറ്റിൽ ഉൾക്കൊള്ളാൻ പറ്റണം. ഭർത്താവ് പറയുന്നത് അതേ ചൈതന്യത്തിൽ ഉൾക്കൊള്ളുന്ന ഭാര്യ, ഭാര്യ പറയുന്നത് അതേ ചൈതന്യത്തിൽ ഉൾക്കൊള്ളുന്ന ഭർത്താവ്. വീട് സിയോൻ മാളിക. എങ്കിൽ ആ വീടിൻ്റെ ബിബ്ലിക്കൽ പ്രതീകമാണ് കാനാൻ ദേശം. വീട് ഒരു കാനാൻ ദേശമാകണം. കാനാൻ ദേശത്ത് 2 അനുഭവങ്ങൾ: ഒന്ന് പാല്, 2 തേന്. പാലും തേനും. എന്താ പാല്? നിലനിൽപ്പിന് ഉപയോഗിക്കുന്ന എല്ലാം പാല്. ഉടുക്കാൻ തുണി, കഴിക്കാൻ ഭക്ഷണം, ആരോഗ്യത്തിന് മരുന്ന്, താമസിക്കാൻ വീട്. ഇത് പാൽ അനുഭവം. ദൈവകൃപയാൽ നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ട്. വീടുണ്ട്, ഭക്ഷണമുണ്ട്, പാർപ്പിടമുണ്ട്, വസ്ത്രമുണ്ട്. പക്ഷെ ഇല്ലാതെ പോകുന്ന 2ാം ഭാഗമാണ് തേൻ അനുഭവം. എന്താ തേൻ അനുഭവം? ആത്മഹത്യ കുടുംബത്തിൽ നടക്കുന്നത് തേനനുഭവം ഇല്ലാതെ വരുമ്പോഴാണ്. മക്കൾ ഒളിച്ചു ഓടുന്നത് തേനനുഭവം ഇല്ലാതെ വരുമ്പോഴാണ്. മുഖം വാടിയിരിക്കുന്നത് തേനനുഭവം പോകുമ്പോഴാണ്. എന്താ തേനനുഭവം? ഭർത്താവിൻ്റെ കൂടെ സാന്ത്വനത്തിൻ്റെ വാക്ക് പറയുന്ന ഭാര്യ, ഭാര്യയോട് ആശ്വാസത്തിൻ്റെ വാക്ക് പറയുന്ന ഭർത്താവ്. അവിടെ വീട് തേനനുഭവം. ഒരിക്കലും സ്വന്തം മക്കളുടെ കേക്ക് ഭർത്താവിൻ്റെ കുറ്റം വിവരമുള്ള സ്ത്രീ മിണ്ടരുത്. ഒരിക്കലും കുഞ്ഞുങ്ങളുടെ കേൾക്കൽ വിവരമുള്ള ഭർത്താവ് ഭാര്യയെക്കുറിച്ച് പാടുവാക്ക് പറയരുത്. ഭർത്താവിന് എന്ത് തെറ്റുണ്ടെങ്കിലും മക്കളുടെ മുമ്പിൽ ഭർത്താവിനെ ന്യായീകരിക്കണം, ഭർത്താവിൻ്റെ പക്ഷം നിൽക്കണം. ഒറ്റയ്ക്ക് തിരുത്താവൂ. ഭാര്യയ്ക്ക് എന്നാ തെറ്റുണ്ടെങ്കിലും മക്കളുടെ മുമ്പിൽ ഭാര്യയുടെ പക്ഷം പിടിക്കണം. ഒറ്റയ്ക്ക് തിരുത്താവൂ, ഒറ്റയ്ക്ക് കറക്റ്റ് ചെയ്യാവൂ. എന്തെങ്കിലും പ്രശ്നം വരുമ്പം ചുമ്മാ കുറ്റപ്പെടുത്തുകയല്ല. എടി, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുന്ന് കാരണന്മാർ പറഞ്ഞിട്ടില്ലേ? നീ ധൈര്യമായിട്ടിരിക്കുക. മക്കൾ പക്ഷിക്കുഞ്ഞുങ്ങൾ, നമ്മൾ വൃക്ഷം. പക്ഷി പറക്കും, വൃക്ഷം നിൽക്കും. നിനക്ക് ഞാൻ തുണ, എനിക്ക് നീ തുണ, നമുക്ക് ദൈവം തുണ. മക്കൾ കപ്പല്, നമ്മൾ തുറമുഖം. കപ്പൽ പോകും, തുറമുഖം നിൽക്കും. നിനക്ക് ഞാൻ, എനിക്ക് നീ, നമുക്ക് ദൈവം. ഇങ്ങനെ പറയുന്നിടത്താ കുടുംബം കാനാൻ ദേശമാവുക. വീട് കാനാൻ ദേശമാകണമെങ്കിൽ പഴയ നിയമത്തിലെ 10 പ്രമാണങ്ങളിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലണം. 1, ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റു ദൈവം ഉണ്ടാകരുത്. കുടുംബം കാനാൻ ദേശമാകണോ? ദൈവത്തിന് 1-ാം സ്ഥാനം. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് വീഴ്ച വരുത്താത്ത കുടുംബം, സന്ധ്യാപ്രാർത്ഥന മുടങ്ങാതെ നടത്തുന്ന കുടുംബം, വിശുദ്ധ കുമ്പസാരം നടത്തുന്ന കുടുംബം, വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന കുടുംബം, വേദപുസ്തകം വായിക്കുന്ന കുടുംബം, ക്രിസ്തീയ ചാനലുകൾ കുടുംബത്തിൽ തുറന്നു വെക്കുന്ന കുടുംബം, ദൈവികമായ തരംഗം കുടുംബങ്ങളിൽ നിറയുമ്പോൾ വീട് കാനാൻ ദേശം. ഒരുപക്ഷെ ഇന്ന് പ്രാർത്ഥനാ സമയം സീരിയൽ മോഷിക്കുന്ന കാലമുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രിയിൽ എൻ്റെ അമ്മയുടെ ആങ്ങളെ ഞാൻ ഫോണിൽ വിളിച്ചു. പങ്കൾ പറഞ്ഞു, മോനെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാവോ? ഞാനും മോൻ്റെ അമ്മായിയും കൂടി പരസ്പരം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കുറെ കഴിഞ്ഞ് വിളിക്കാവോ? ഞാനോർത്തു തമ്മിൽ കാണുക. പിന്നെയാണ് മനസ്സിലായത് അന്നത്തെ സീരിയലിൻ്റെ പേരായിരുന്നു പരസ്പരം. 2 പേരും ഇതും കണ്ടിരിക്കുന്നു. ഒരു ഭർത്താവ്, എൻ്റെ അച്ചു, എൻ്റെ ഭാര്യ സീരിയൽ കാണാൻ വരുന്നത് വടക്കം വീരഗാഥയിലെ പോലെ
ടർക്കിറ്റവിൽ കയറ്റി കൊടുത്ത് സോപ്പ് പതച്ച് ദേഹം നനച്ച് ഒറ്റ ഇരിപ്പ. അതെന്താ? പരസ്യം വരുമ്പം വെള്ളമൊഴിക്കാൻ പോയാൽ മതിയല്ലോ, അത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പം വരുന്നത് ഉഴവൂരിൽ നിന്നാണ്. കുറേ നാൾ മുമ്പ് 70 വയസ്സുള്ള ഒരാൻറ്റി അയൽവക്കത്തെ 50ഓളം പിള്ളേർക്ക് ലഡു ജിലേബി വിതരണം ചെയ്തു. ചോദിച്ചു, ആൻറ്റിയുടെ ബർത്ത്ഡേ ആണോ? അല്ല. വിവാഹ വാർഷികമാണോ? അല്ല. കുഞ്ഞുങ്ങളുടെ ജന്മദിനമാണോ? അല്ല. പിന്നെ ലഡു ജിലേബി. ആൻറ്റിയുടെ മറുപടി, 1 വർഷമായി സീരിയലിൽ ഗർഭിണിയായിരുന്ന ശ്രീലക്ഷ്മി മിനിയാന്ന് പ്രസവിച്ചു. അതിൻ്റെ സന്തോഷത്തിനാണ് ആൻറ്റിയുടെ ലഡു നാട്ടുകാർക്ക്. ഇപ്പോൾ കുടുംബത്തിൽ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. അങ്ങനെ 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ ദമ്പതിമാർ 3 വാക്ക് പറയും. ഭാര്യാഭർത്താക്കന്മാർ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ മടിയില്ലാത്ത 3 വാക്ക് പറയും. 1 പ്ലീസ്, 2 സോറി, 3 താങ്ക് യു. ഈ 3 വാക്ക് എന്താ? പ്ലീസ്, കറി ഒലത്തടി, ചോറ് വിളമ്പടി, ചായ എടുക്കടി, അതിനകത്ത് പ്ലീസ് ഇല്ല. ഒരു സൗമ്യതയുടെ ഭാഷ, ചായ കുടിച്ചാലോ ചോറുണ്ടാലോ. സൗഹൃദത്തിൻ്റെ ഭാഷ, സാംസ്കാരികം. പണ്ടത്തെ കാടന്മാർ അപ്പനമ്മമാർക്ക് പഠിത്തമില്ല, അവർ പ്രാകൃതമായ ഭാഷ പറയും. ഇന്ന് നിങ്ങൾ പഠിത്തമുള്ളവരാ, എഡ്യൂക്കേറ്റഡ്, കൾച്ചേർഡാണ്. ഭാര്യ ഏറ്റവും വിലപ്പെട്ടവളാ, ആ ഭാഷയെ പറയാവൂ. ഭർത്താവ് വിലപ്പെട്ടവനാ, ആ ഭാഷയെ പറയാവൂ. പഞ്ചസാര മേടിക്കാൻ പറഞ്ഞു, 2 ദിവസം മേടിച്ചില്ല. 3-ാം ദിവസം ഇന്നും കൂടെ പഞ്ചാര മേടിച്ചില്ലെങ്കിൽ നാളെ കട്ടൻ കാപ്പി കയറ്റേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് വാക്ക് പറയല്ലേ. പറയുന്നിടത്ത് സൗമ്യത, സഭ്യത, സാംസ്കാരിക മനുഷ്യത്തെ സമരുദ്ധ ഭാഷ വേണം. പ്ലീസ്. 2 സോറി. അരിശം വന്നപ്പോൾ എന്തോ പറഞ്ഞു. ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾ എല്ലാവരും തന്നെ ഒരു ചെറുപ്പം മിഡിലേജിൽ പോകുന്നവരൊക്കെ ഓർത്താൽ മതി. ചില കാര്യങ്ങൾ തീരുമാനം സാംസ്കാരിക മനുഷ്യൻ്റെ 3 ക്വാളിറ്റികളാണ്. 1 അരിശം വരുമ്പോൾ വർത്തമാനം പറയരുത്. 2 നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്. 3 ആഹ്ലാദം വരുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്. ഇത് 3 ശ്രദ്ധിക്കണം. അത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കോപം വരുമ്പോൾ വർത്തമാനം പറയല്, നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്, ആഹ്ലാദം വരുമ്പോൾ ചുമ്മാ വാഗ്ദാനം കൊടുക്കരുത്. അതുകൊണ്ടാണ് അരിശപ്പെട്ട് കെട്ടിയോൻ എന്തെങ്കിലും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ വിവേകമുള്ള ഭാര്യ എടുക്കരുത്. ആ വാക്ക് തിരമാലയുടെ കൊമളയാണ്, കുറെ കഴിയുമ്പം അത് തണുത്തുപോകും. അരിശം വരുന്ന ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ എടുക്കരുത്. ഒരു തിരമാല പോലെ കുറെ കഴിയുമ്പം അത് തണുത്തുപോകും. ഉദാഹരണം, ഭാര്യ എന്തോ ചൊറിഞ്ഞ് പറഞ്ഞുകൊണ്ട് വന്നു, കെട്ടിയോൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, മുടിഞ്ഞ സാധനം ചത്താരുടെ നീ വേറെ തന്നെ കെട്ടാമായിരുന്നു. ഒരിക്കലും കെട്ടിയല്ല, ഒന്ന് കെട്ടിയതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക, പിന്നെ കെട്ടാൻ പുതിയമ്മ പറയുന്നുള്ളൂ, ആ വാക്കിനെ എടുക്കാവുള്ളൂ. അല്ലേ ഭർത്താവിനോട് താൻ പോകുന്ന വഴിക്ക് വണ്ടി ഒടിച്ച് കാലൊടിഞ്ഞ് കിടക്കുകയുള്ളൂ, ചുമ്മാ പറയുന്നതാ. തണുക്കുമ്പം പറയണം, എൻ്റെ മനുഷ്യ ഓർത്തേക്കല്ലേ കേട്ടോ, സോറി. എൻ്റെ ഇടി ചുമ്മാ പറഞ്ഞ സോറി, ഇപ്പം സോറി പറയണം. 3 താങ്ക് യു. മലയാളിക്ക് ഇല്ലാത്ത വകുപ്പാണ്. ഇന്ത്യ വിട്ടു കഴിഞ്ഞാൽ ഏത് കെട്ടിയവനും ഭാര്യ ഒരു മുട്ട പൊരിച്ചാൽ താങ്ക് യു ഹണി, ഒരു തുണി മേടിച്ചു കൊടുത്താൽ താങ്ക് യു, അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ക് യു പറയും. നമുക്കില്ല, നമുക്ക് ആ പരിപാടിയെ പറയത്തില്ല. അപ്പം ഇത് കേട്ടു. ഇന്ന് ഉച്ചയ്ക്ക് ഭാര്യ ചോറ് വിളമ്പുമ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞതല്ലേ, ചക്കുകുരുമാങ്ങായി മുട്ട പൊരിച്ചതും അച്ചാറും ചോറും. ഓ താങ്ക് യു. അവിടേക്ക് എനിക്ക് ഞാൻ വട്ടു പിടിച്ചൊന്ന് ചെയ്യും. അങ്ങനെ പറയാനില്ല, ജീവിതം കൊണ്ട് കാണിക്കണം ഒരു താങ്ക് യു, ഒരു നന്ദിയുടെ മനസ്സ്, നന്ദിയുടെ മനോഭാവം ജീവിതം കൊണ്ട് കാണിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് പ്രധാനം. ഒപ്പം പ്രോത്സാഹന വാക്ക് പറയാൻ പഠിക്കണം. ഭർത്താവ് എന്തെങ്കിലും നല്ലത് ചെയ്താൽ ഭാര്യ നല്ല പ്രോത്സാഹന വാക്ക്, ഭാര്യ നല്ലത് ചെയ്താൽ ഒരു പ്രോത്സാഹന വാക്ക്. കാരണം ഭർത്താവിൻ്റെ പ്രോത്സാഹന വാക്ക്, ഭാര്യയുടെ പ്രോത്സാഹന വാക്ക്, അത് കുടുംബത്തിൻ്റെ അവാർഡ്. 60 വയസ്സുള്ള ഭർത്താവും ഭാര്യയും കൂടി ഭരണജ്ഞാനം അസീസി ധ്യാനമന്ദിരത്തിൽ ദമ്പതി ധ്യാനത്തിന് വന്നു. കൗൺസിലിങ്ങിന് വന്നപ്പം 2 പേരുടെ മുഖം വാടിയിരിക്കുന്നു. വർത്തമാനം പറഞ്ഞപ്പോൾ പിടികിട്ടി, കെട്ടിയവൻ നല്ല ആളാണ്, പക്ഷേ അരിശം വന്നോ പെട്ടെന്ന് ക്ഷിപ്രകോപം, ഒരു നല്ല വാക്കും പറയല. ഭാര്യയാണെങ്കിൽ നല്ല വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. ഞാൻ പറയുന്നത്, ഭാര്യ നല്ല ചെമ്മീനും മാങ്ങായും കറി വെക്കുമ്പോൾ കൊള്ളാവല മോളേന്ന് ഒരു നല്ല വാക്ക് പറയണം. തുണി അലക്കുമ്പം നല്ലത് പറയണം. മുറിക്കവും വൃത്തിയാക്കിയിടുമ്പോൾ നല്ലത് പറയണം. കെട്ടിയവൻ പറഞ്ഞു, ഞാൻ മാത്രമല്ലല്ലോ അവളും പിള്ളേരും കൂടെ അനുഭവിക്കുന്നില്ലേ. ഞാൻ പറഞ്ഞു, ശരിയാ, പക്ഷേ ഒരു നല്ല കറി വെച്ചാൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ അവാർഡ്
ഭാര്യയ്ക്കില്ല. കെട്ടിയവന് നല്ല വാക്കേ ഉള്ളൂ. വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞ് പോയി. തിങ്കൾ രാത്രി 8 മണിക്ക് അത്താഴം കാത്തിരിക്കുക. സാധാരണ ഐറ്റം ചൂട് കഞ്ഞി, ചെറുപയർ തോരൻ, കടുക് മാങ്ങ, അങ്ങനെ ചില ഐറ്റങ്ങളാണ്. രാത്രി 8-ന് കഞ്ഞിയും ചമ്മന്തിയും കാത്തിരിക്കുമ്പോൾ ഭാര്യ ഒരു പ്ലേറ്റ് നിറയെ കുഴച്ച് വെച്ച് ചക്കപ്പുഴുക്കും ഒരു പാത്രം നിറയെ വറുത്തരച്ച് കോഴിക്കറിയായിട്ട് വന്നു. കഞ്ഞിയും ചമ്മന്തിയും കാത്തപ്പോഴ ചക്കപ്പുഴുക്കും കോഴിക്കറിയും. സന്തോഷമായി. അവൻ പുഴുക്ക് മൊത്തം നിന്നു പ്ലേറ്റ് പഠിച്ചു നോക്കി. കറി മൊത്തം കൂടി അരപ്പ് നീട്ടി നോക്കി ഒരു ഏമ്പക്കവും വിട്ടു. അപ്പോഴാണ് ഓർത്തത് അച്ഛൻ പറഞ്ഞ കാര്യം നല്ലത് പറയണ്ടേ. അവൻ പറഞ്ഞു, എൻ്റെ ജാൻസി മോളെ കഴിഞ്ഞ 31 വർഷത്തെ ദാമ്പത്യത്തിൽ ആദ്യമായിട്ട് ഇത്രയും നല്ല ഭക്ഷണം, ഒരു ധ്യാനം കൂടി വന്ന മാറ്റം, എന്നാ നല്ല രുചിയാടി. അവൾ ഒറ്റ കരച്ചിൽ. എന്തിനാണ് കരയുന്നത്? ജോസഫച്ചൻ പറഞ്ഞില്ലായിരുന്നു നല്ലത് വരുമ്പം നല്ലത് പറയണമെന്ന്. ഭാര്യ പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ശരിയാ എൻ്റെ മനുഷ്യ. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലം ഞാൻ തനിക്ക് വെച്ച് വിളമ്പി തന്നിട്ടും തനിക്ക് നല്ലതൊന്നും പറയാൻ തോന്നിയില്ല. അയൽപക്കത്തെ ലിസിമോടെ ചക്കപ്പുഴുക്കും കോഴിക്കറിയും വന്നപ്പോഴല്ലേ തനിക്ക് നല്ലത് പറയാൻ തോന്നിയത്. എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി അറിഞ്ഞിട്ട് വേണം പറയാൻ. ഇപ്പം ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ ഇതെല്ലാം വരും. 2, ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. ഒരിക്കലും ദൈവനാമത്തിൽ ആണയിടരുത്. മോശമായ വാക്ക് നാക്കുകൊണ്ട് പറയല്ലേ. ചില കുടുംബങ്ങളിൽ നാട്ടിൽ നല്ല മനുഷ്യനാണ്, വീട്ടിൽ അരിശമെന്നോ ചുമ്മാ തെറി പറയുക, തെറിവാക്ക് പറയുന്നവരെ കണ്ടിട്ടുണ്ട്. ലോകത്തിൽ എല്ലാ ഭാഷയിലും തെറിയുണ്ട്. ലോകഭാഷകളിലെ തെറിക്ക് മുഴുപ്പ് കുറവാണ്, കടുക് പൊട്ടിച്ചതുപോലെ. ഏറ്റവും മുഴുത്ത തെറിയുള്ള ഭാഷ ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിലാണ്. ഗുണനപ്പട്ടിക പോലെ കൊളുത്തി കൊളുത്തി തെറി പറയാൻ പറ്റും. ഗിന്നസ് ബുക്കിലെ ഏറ്റവും മുഴുത്ത തെറി കാസർഗോഡുകാരൻ ക്രിസ്ത്യാനി കുടുംബനാഥൻ അയൽവാസിയെ വിളിച്ച് തെറിയ. ഒരു തെറിയുടെ നീളം 1 മിനിറ്റ് 3.5 സെക്കൻഡ്. ഒരൊറ്റ തെറിയുടെ നീളം. ഞാൻ സ്വിറ്റ്സർലൻഡിൽ ധ്യാനിപ്പിച്ചപ്പോൾ ഒരു കേസ് കണ്ടു. 2 അയൽവാസികളാണ് അങ്ങ് പിണങ്ങി. ഈ പെണ്ണുങ്ങൾ തമ്മിൽ ഭയങ്കരം തെറി. അപ്പുറത്തെ വീട് കെട്ടിയന്മാരും കൂട്ടത്തിൽ അവരുടെ ഡോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ തെറി കൂടി വന്നപ്പം ഒരു ദിവസം ഇതിൽ ഒരു കെട്ടിയവൻ ടേപ്പ് റെക്കോർഡ് ഓൺ ചെയ്ത് വെച്ചു. ഇവനും ഭാര്യയും മാന്യമായിട്ട് നിന്നു. മറ്റൊരു പറഞ്ഞ തെറിയെല്ലാം കൂടെ ഇവൻ റെക്കോർഡ് ചെയ്തു. കോടതിയിൽ കേസ് കൊടുത്തു. സമാധാനമില്ല, തെറിയോട് തെറി. അപ്പം സ്വിറ്റ്സർലൻഡിലെ ഇറ്റാലിയൻ സ്പീക്കിംഗ് ഏരിയയായ ജഡ്ജിക്ക് അറിയത്തില്ല തന്നെ അന്ന്. ഇപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരാളെ വിളിച്ചു. അവൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഒരു 160ഓളം തെറി അവൻ ഇറ്റാലിയൻ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നെ പറഞ്ഞു 40 തെറി തർജ്ജമ ചെയ്യാൻ ഒരു ഭാഷയും ഭൂമിയിലില്ല, ഒന്ന് പറയാൻ പറ്റിയല്ല. അവസാനം ഞാൻ കണ്ടു ശിക്ഷ ഒരു തെറിക്ക് 10 ഫ്രാങ്ക് വെച്ച് 40 തെറിക്ക് 400 ഫ്രാങ്ക് ശിക്ഷിച്ച സ്വിറ്റ്സർലൻഡിലെ കോടതിയെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും നീണ്ട ഭാഷയിൽ തെറി പറയാൻ പറ്റും നമ്മളാണ്. ഇവിടെയാണ് കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കല്ലേ, മാന്യമായ വാക്കുകളെ പറയാം. 3, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. നമുക്കത് ഞായറാഴ്ചയും എൻ്റെ അമ്മയായ സഭ കടവള ദിവസം എന്ന് പറയുന്ന ദിവസങ്ങളുമാണ് നമുക്ക് കർത്താവിൻ്റെ ദിവസം. ആ ദിവസങ്ങൾ ഒരിക്കലും കുർബാനയ്ക്ക് വീഴ്ച വരുത്തരുത്. കർത്താവിൻ്റെ ദിവസം ഒപ്പം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വീഴ്ച വരുത്തരുത്. സഭയുടെ നമസ്കാരങ്ങളുണ്ട്, നമസ്കാരങ്ങൾ, അത് നമ്മൾ വീഴ്ച വരുത്തരുത്. കർത്താവിൻ്റെ ദിവസവും കർത്താവിൻ്റെ മണിക്കൂറും പരിശുദ്ധമായി ആചരിക്കണം. ഒരു പ്രാർത്ഥനാന്തരീക്ഷം, പ്രത്യേകിച്ച് കുടുംബത്തിൽ അപ്പനും അമ്മയും പ്രാർത്ഥിച്ചാൽ മക്കൾ അത് കണ്ടുപിടിക്കും. നിങ്ങൾക്ക് പ്രാർത്ഥനയില്ലേ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റിയല്ല. കാരണന്മാർക്കുള്ളതല്ലേ മക്കൾക്ക് കൊടുക്കാൻ പറ്റൂ. 5 പഠിക്കുന്ന കുട്ടി സാർ എത്ര പഠിപ്പിച്ചാൽ ഒരു വാക്ക് തെറ്റിച്ചേ പറയും. യൂണിവേഴ്സിറ്റി അവൻ പറയുമ്പോൾ യൂണിവേഴ്സിറ്റി സാർ കിള്ളി കിഴുക്കി നുള്ളി അടിച്ചു. അവൻ അലറിക്കൊണ്ട് പറഞ്ഞു യൂണിവേഴ്സിറ്റി. സാർ അപ്പനോട് വെറുതെ ഞാൻ റിട്ടയർ ആകുന്നതിന് മുമ്പ് ഒറ്റ ആഗ്രഹമുള്ളൂ, നിങ്ങളുടെ മോനെ കൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്ന് പറയിപ്പിക്കണം, ഇത് പിരിഞ്ഞാലും വേണ്ടിയല്ല. അവൻ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ചെവി വെടി വെക്കുന്ന പോലെ യൂണിവേഴ്സിറ്റി പറഞ്ഞ് പതിപ്പിക്കണം. പിന്നെ അപ്പം പറയും സാറേ അവനെ നിർബന്ധിക്കേണ്ട, അവൻ്റെ കപ്പാസിറ്റി അത്രയേ ഉള്ളൂ, അവനങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കുണ്ടെങ്കിലേ മക്കൾക്ക് കൊടുക്കാൻ പറ്റൂ, നമുക്കെന്നെ കൊടുക്കാൻ പറ്റുമോ? അപ്പം നമ്മുടെ പ്രാർത്ഥന കുഞ്ഞുങ്ങൾ കാണണം, കണ്ടുപഠിക്കണം. കർത്താവിൻ്റെ ദിവസവും കർത്താവിൻ്റെ മണിക്കൂറും പരിശുദ്ധമായി ആചരിക്കണം. വീണ്ടും 4, മാതാപിതാക്കളെ ബഹുമാനിക്കണം. പണ്ട്
ഒരു കാലഘട്ടം സമം 30 വർഷം. ഇന്ന് ഒരു കാലഘട്ടം 10 വർഷമാണ്. 10 വർഷം കൊണ്ട് രീതികൾ മാറും. കാരണന്മാർക്കൊക്കെ ഒരു വലിയ വില. എൻ്റെ കുട്ടിക്കാലം എൻ്റെ വീട് കട്ടപ്പനയെടുത്ത് വലിയ ലോവാണ്. അപ്പം ഞാൻ തൊട്ടുപിറ്റതും ഒരു ഓർത്തഡോക്സ് പള്ളിയാണ്, സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് വലിയ ലോവാണ്. കുഞ്ഞുനാൾ മുതൽ അച്ഛന്മാരും കുടുംബമായുള്ള ബന്ധം. എൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ മകളെ കെട്ടിച്ചിരിക്കുന്നത് ഓർത്തഡോക്സ് സഭയിൽ. ഇപ്പം പലപ്പോഴും കല്ലിങ്ക തറയാണ് ഇവിടെ അയ്മനം അടുത്ത്. അപ്പം ഇങ്ങനെ ഒരു വലിയൊരു ബന്ധമുണ്ട്. ഇപ്പം അന്ന് മുതലേ കാണുന്ന ഒന്നാണ് ഞങ്ങളുടെയൊക്കെ നാടിൻ്റെ പ്രത്യേകത, കാരണന്മാർക്ക് ബഹുമാനം. സന്ധ്യയാകുമ്പോൾ എല്ലാവരും വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ കഞ്ഞി കുടിക്കണം. കഞ്ഞി കുടിക്ക് മുമ്പ് അപ്പൻ കുളിക്കാൻ പോകും. കുളിച്ചിട്ട് വരുമ്പോൾ കഞ്ഞികുടി എന്നുള്ളതാണ് അന്നത്തെ കാലഘട്ടത്തിൻ്റെ രീതി. കുളിയെല്ലാം കഴിഞ്ഞ് തോർത്തിയിട്ട് അപ്പൻ തോർത്ത് കുടഞ്ഞ് അയവിരിക്കും. ഒരു ശബ്ദം കേൾക്കാം, അത് വീട്ടിലെ സൈറനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അത്താഴം ആരംഭിച്ചു. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, കാരണന്മാരെ അനുസരിച്ച് കുടുംബത്തിൻ്റെ ഡൈനിയബിളുള്ള കാലഘട്ടം. ഇന്ന് ചുമ്മാ ഡൂക്കിലി പിള്ളേരുടെ ഫോൺ അനുസരിച്ചും സീരിയൽ അനുസരിച്ചുമാണ് വീട്ടിലെ പ്രാർത്ഥനാ സമയം. ഇതാണ് സംസ്കാരത്തിൻ്റെ മാറ്റം എന്ന് പറയുക. കൊച്ചു പിള്ളേരുടെ ബഹളത്തിൽ തുള്ളുന്ന പേരൻസ് ആയപ്പോൾ സംസ്കാരങ്ങൾ തലകുത്തി മറിഞ്ഞു. കാരണവന്മാർക്ക് ആദരവ് കൊടുത്ത ലോകത്തിൻ്റെ അനുഗ്രഹം പുതിയ തലമുറയ്ക്ക് കിട്ടത്തില്ല. എന്നാ സാങ്കേതികത പഠിപ്പിച്ചാലും എത്ര വല്ല അനുഗ്രഹമില്ല. കാരണം അപ്പനും അമ്മയ്ക്കും വിലയില്ലാത്ത കുടുംബങ്ങൾ ഇന്ന് സമൂഹത്തിൻ്റെ ശാപമാണ്. കാരണവന്മാർക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരന്തരീക്ഷം കുടുംബത്തിൽ. ഞാൻ അടുത്ത കാലത്ത് ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു സംഭവം കൊടുത്തിട്ട് വീട്ടിൽ 80 വയസ്സുള്ള അപ്പൻ, അമ്മ. ഈ അപ്പൻ്റെ പുറത്തൊരു മുറിവാണ്. മുറിവ് പഴുക്കുമ്പോൾ ദുർഗന്ധമാണ്. 3 കെടാമുട്ടന്മാർ ആമ്പിള്ളാരും അവിടെ മക്കളുമുണ്ട്, ഭാര്യമാരും ഒക്കെ. ഇവർക്ക് അപ്പനെ നോക്കാൻ അറപ്പാണ്. അവർ മാറി താമസിക്കുക. 80 വയസ്സിലെ അമ്മ മുറിവിൽ പൊടിയിട്ട് മുറിവ് കരിക്കുന്നു, തുണി വെള്ളത്തിൽ മുക്കി തുടയ്ക്കുന്നു, എണ്ണ തൂത്തു കൊടുക്കുന്നു. പക്ഷെ കഴിഞ്ഞ 3 മാസമായിട്ട് ഈ 3 മക്കളും അപ്പൻ്റെ മുറിയിൽ നിന്ന് മാറിയല്ല. കട്ടിലേലിരിക്കുന്നു, വാദപ്പടിയിൽ നിന്ന് നീങ്ങത്തുമില്ല. ആൾക്കാർ അമ്മയോട് ചോദിച്ചു, കട്ടിയുള്ള ധ്യാനം വല്ലതും കൂടിയോ? ഇല്ല. കൂടിയ ഷെയർ കൊടുക്കാമെന്ന് പറഞ്ഞില്ല. പിന്നെ ഈ മക്കളുടെ ഈ മാറ്റം, അമ്മ പറഞ്ഞു, 3 മാസം മുമ്പ് ഞാൻ പൊടിക്കുകയും ചെയ്തു. അതിൻ്റെ ഇഫക്റ്റാണ്. അതെന്താ? അപ്പനെ നോക്കാൻ വേണ്ടി സുന്ദരിയായ ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവന്ന് ഞാൻ നിർത്തി. പിന്നെ ഇവന്മാർ മുറിയിൽ നിന്ന് പോകത്തുമില്ല, കട്ടിലിൽ നിന്ന് പൊങ്ങത്തുമില്ല, വാദപ്പടിയിൽ നിന്ന് അനങ്ങത്തുമില്ല. അപ്പനെ നോക്കണമെങ്കിൽ ഒരു ബോണസ് പോയിൻ്റായിട്ട് ഒരു ഹോം നേഴ്സ് വേണം. ഇന്നത്തെ ലോകമാണ്. ഇവിടെയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം. അത് 1-2 കാര്യം ഓർത്താൽ മതി. കണ്ണ് കാണാൻ മേലാത്ത അപ്പന് തൊടാവുന്ന ദൂരത്ത് മക്കളും മരുമക്കളും കൊച്ചുമക്കളും ചുമ്മാ ഇരുന്ന് കൊടുക്കണം. ചെവി കേൾക്കാത്ത അമ്മയോട് തൊണ്ട പൊട്ടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് വർത്താനം പറയണം. ഒന്നുമില്ല, ചുമ്മാ മൂളി കേൾക്കണം. കാരണന്മാർക്ക് ഏറ്റവും ഇഷ്ടമാണ് മക്കൾ മൂളി കേൾക്കുന്നത്. വർത്താനം പറയുമ്പോൾ ചോദിക്കും, പറയുന്നത് കേൾക്കുന്നുണ്ടോടാ? കേൾക്കുന്നുണ്ടോടി? പിന്നെ ഞാൻ മൂളാത്തത്. ചില മക്കളും മൂളുന്ന കേട്ടാൽ പൊമറേനിയം പറ്റി കുറയ്ക്കുന്ന പോലെ ചില മക്കളുടെ മൂളൽ. യാ 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 ഓ യാ. ഒരു മകൻ ജർമ്മനിയിൽ നിന്ന് വന്നു, 3 വർഷം കൂടി. പ്രായമുള്ള അമ്മ പറഞ്ഞ, മോനെ പിത്തം കഫം ചുമ കൊര, അമ്മയ്ക്ക് വല്ലാത്ത ക്ഷീണം. അമ്മ യാ എമ്പതാം അങ്ങനെയൊക്കെ യാ. അമ്മയ്ക്ക് ചൊറിഞ്ഞു കയറുക. അമ്മ പറഞ്ഞു, കാഴ്ചയുടെ കുഴമ്പ് ഗുളിക മരുന്ന് മോനെ മാസം 1500 രൂപ വേണം. യാ അക്കൗണ്ടിൽ ഇടുന്നുള്ളല്ലോ, പിന്നെയും യാ. അമ്മ ഒക്കെ പോട്ടെ. അമ്മയുടെ പഴയ ഓയിൽ സാരിയും ബ്ലൗസും കഴിഞ്ഞ ആഴ്ച ഒരു എലി വെട്ടി. റിയലി അല്ല മോനെ, പഴയ പെരേലിയാ അത് വെട്ടി കളഞ്ഞത്. അടുത്തിരിക്കണം, മിണ്ടണം, വർത്താനം പറയണം. നിങ്ങളെങ്ങനെ പെരുമാറുന്നോ അത് മക്കൾ കണ്ടുപിടിക്കും. 75 വയസ്സുള്ള വല്യപ്പൻ ചാരികസേരെ കാലിൽ നീട്ടിയിരുന്ന പത്രം വായിക്കുന്നു. 6 വയസ്സുള്ള പേരക്കുട്ടി പറഞ്ഞു, വല്യപ്പ കണ്ണട ഊരിയിട്ട് കണ്ണൊന്നടയ്ക്കാവോ? വല്യപ്പൻ ചോദിച്ചു, കളിക്കാനാണ്? കണ്ണടച്ചാൽ പറയാം. പത്രവായന കഴിയിട്ടടാ, കണ്ണടയ്ക്കാം. അരമണിക്കൂർ പത്രം വായിച്ചു, കണ്ണട ഊരി വെച്ചു, കണ്ണടച്ചു. വാടാ ഇനി കളിക്കാം. അവൻ ചെന്ന് വല്യപ്പൻ്റെ കണ്ണിലൊന്ന് പിടിച്ചു. ശരിക്കും അടഞ്ഞല്ലേ? അടഞ്ഞു. ഇനി ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായെന്നാണ് തോന്നുന്നു. അതെന്നാ, എന്നും കിടക്കാൻ നേരത്ത് മമ്മി ഡാഡിയോട് പറയുന്നത് കേൾക്കാം, വല്യപ്പൻ്റെ കണ്ണടഞ്ഞാൽ വീട്ടിൽ സമാധാനം ഉണ്ടാവും. അപ്പം നമ്മളെങ്ങനെ പെരുമാറുന്നോ അത് മക്കൾ കണ്ടുപിടിക്കുന്നു. നമ്മളെങ്ങനെ പെരുമാറുന്നോ അത് കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കണം. 5 കൊല്ലരുത്. അബോർഷൻ, അതാണ് പറയുക. ഭ്രൂണഹത്യ നടത്തിയ കുടുംബങ്ങളിൽ ഒരു ശാപം എന്നുമുണ്ട്.
ജെറമിയ 1:5. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഒഴിവാക്കപ്പെട്ട നിമിഷം ഞാൻ നിന്നെ അറിഞ്ഞതാ. ജീവൻ തന്ന ദൈവത്തിന് ജീവനെടുക്കാൻ അവകാശമുള്ളൂ. അങ്ങനെയുള്ള തിന്മ ഏതെങ്കിലും കുടുംബത്തിൽ സംഭവിച്ചെങ്കിൽ ആരും അറിയാതെ പാവപ്പെട്ട സ്ത്രീയുടെ സുഖപ്രസവത്തിന് പണം ചെലവാക്കി പരിഹാരം ചെയ്യണം. അല്ലെങ്കിൽ സമ്പത്തില്ലാത്ത കുടുംബമാണോ, ദൈവകരുണയ്ക്കായി നമ്മൾ യാചിക്കണം. കൊറോണ വൈറസിൻ്റെ കാലഘട്ടത്തിൽ 69 ലക്ഷം പേര് ഡയറക്റ്റ് വൈറസിൽ മരിച്ചു എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ UNO പറയുന്നു 1,08,00,000 കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ പിറന്നു. അബോർഷൻ നിന്നുപോയി, ഭ്രൂണഹത്യ നിന്നുപോയ 2 വർഷക്കാലങ്ങൾ. ജീവൻ ദൈവത്തിന് ജീവനെടുക്കാൻ അവകാശമുണ്ട്. പിന്നെ മറ്റൊരു വശമാണ് ജീവിക്കാൻ അനുവദിക്കണം. പരമാവധി മക്കൾക്ക് ജന്മം കൊടുക്കണം. ഇന്ന് നമ്മുടെ ഈ കോട്ടയം ബെൽറ്റിലാണ് ക്രൈസ്തവ സമൂഹത്തിൽ അംഗസംഖ്യ കുറയുക. അതിൻ്റെ ഫലമായി വാഴൂർ നിയോജകമണ്ഡലം ഇല്ലാതായി, 1,00,000 ആൾക്കാരുടെ കുറവ്. കല്ലൂപ്പാറ നിയോജകമണ്ഡലം ഇല്ലാതായി. പത്തനംതിട്ട പാർലമെൻറ്റിലുള്ള അസംബ്ലി ഇല്ലാതായി. 5 ലക്ഷത്തിലധികം ആൾക്കാർ നമുക്കിടയിൽ കുറവ് വരികയും അതിൻ്റെ പകരമായി സംഭവിച്ചു, നമ്മുടെ സഭയിൽ നിന്നും മിടുക്കന്മാരും മിടുക്കുകളും UK, ജർമ്മനി, ഓസ്ട്രേലിയ, USA, ന്യൂസിലൻഡ് അങ്ങ് പോയി. പഠിത്തമില്ലാത്ത കുറേ പേര് പഞ്ചായത്ത് മെമ്പർമാരായി. വിവരം കെട്ടവൻ MLA ആയി. വിദൂഷകൻ വിദ്യാഭ്യാസ മന്ത്രിയാവും. അങ്ങനെ വന്ന് ലോകത്തിൽ സാക്ഷ്യം വഹിക്കുന്നു. ഇന്ത്യയിൽ എത്ര സംസ്ഥാനം ഉണ്ടെന്ന് പോലും അറിയത്തില്ലാത്തവർ വിദ്യാഭ്യാസ വകുപ്പ് വരുമ്പോൾ നമുക്ക് തന്നെ നാണക്കേടൊന്നും ഇയാളൊക്കെയാണല്ലോ അവിടെ നിന്ന്. ഇതൊക്കെയാണ് അപകടം. ഏത് പാർട്ടിയിലും BJPയും കോൺഗ്രസോ മാർക്സിസ്റ്റോ വിവരം കെട്ടവർ തലപ്പത്ത് വരും, വിവരമുള്ളവർ ദൂരെ പോകുമ്പോൾ. അത് നാടിന് വലിയൊരു ശാപമാണ്, അപകടമാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ നാട്ടിലും വേണം വലിയ വലിയ സ്ഥാനങ്ങളിൽ, നല്ല ഓഫീസുകളിൽ അധ്യാപകരായി, കളക്ടറായി, പോലീസായി, ജഡ്ജിയായി ഈ നാട്ടിൽ വേണം. ഇല്ലെങ്കിലോ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അപജയം സമുദായത്തിൻ്റെ അപജയമാണ്. കേരള സംസ്കാരത്തെ സ്വാധീനിച്ചത് നമ്മളാ. പലതും പറയും. പക്ഷേ ക്രിസ്തീയ സഭകളാണ് ഈ ലോകത്തിൽ 85% ചാരിറ്റി ചെയ്തത്. മുസൽമാനും ഹിന്ദുവും ബാക്കി എല്ലാവരും കൂടി ഈ ലോകത്ത് വെറും 15% ജീവകാരുണ്യ പ്രവൃത്തി ചെയ്തിട്ടുള്ളൂ. ഓർത്തഡോക്സ് സഭ, യാക്കോബായ സഭ, കാത്തലിക് സഭ, മർത്തോമ സഭ, CSI സഭ, നമ്മുടേതാണ് ഈ ലോകത്ത് മുഴുവൻ 85% ചാരിറ്റി വർക്കുകൾ. അപ്പം അങ്ങനെയുള്ള സമൂഹത്തിൻ്റെ ക്രിയമായ കുഞ്ഞുങ്ങൾ വിട്ടുപോയാൽ പാഴായ നേതൃത്വങ്ങൾ വരികയും നാട് നശിക്കുകയും ചെയ്യും. അപ്പോൾ മക്കൾക്ക് നമ്മൾ ജന്മം കൊടുക്കുന്നു. പരമാവധി മക്കൾക്ക് ജന്മം കൊടുക്കണം, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി. ഞാൻ അബുദാബി ധ്യാനിപ്പിച്ചപ്പോൾ സ്വർണ്ണക്കടക്കാരൻ ജോയി ആലൂക്ക ധ്യാനിക്കാം. ജോയി പറഞ്ഞു 18 മക്കളിൽ ജോയി 13ാമത്തേതാ. ഞങ്ങളുടെ ഏറ്റവും വലിയ കുടുംബം എരുമേലെടുത്ത് വിശ്വസിച്ചറിയില്ല. ഒരപ്പൻ്റെ അമ്മയുടെയും വിവാഹത്തിന് 70ാം വാർഷികത്തിൽ ഒരു പ്രസംഗത്തിന് വിളിച്ചു. ഒരമ്മ പ്രസവിച്ച 24 മക്കൾ, 102 കുഞ്ഞുങ്ങൾ, 2 എണ്ണം ഇരട്ട, ബാക്കി 20 പേരെയും ഓരോ പ്രാവശ്യം പ്രസവിച്ചതാ. ഇപ്പം 91ാം വയസ്സിലും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. 4 മക്കൾ മരിച്ചു, 20 പേര് ബാക്കിയുണ്ട്. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം, പരിശീലനം നമ്മളെങ്ങനെ പഠിപ്പിക്കുന്നോ മക്കൾ അങ്ങനെ ആയിത്തീരും. ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ സഭ സ്വന്തം മക്കളെ പഠിപ്പിക്കണം. വേറെ ഏതെങ്കിലും മെച്ചമൊന്നും ഒരിക്കലും ഓർക്കല്ല. നമ്മളായിരിക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അത് നന്നായിട്ട് ജീവിച്ചോ സമുദായം വളരും, സമൂഹം വളരും, കേരളം വളരും. അപ്പം നമ്മുടെ പാരമ്പര്യങ്ങൾ, വിദ്യാഭ്യാസം മക്കൾ കൊടുക്കുന്നു. നിങ്ങളുടെയൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെ കൂടി ഇരിപ്പുണ്ട്. ഈ മക്കൾ നാളെ ആരാകുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റിയല്ല. അതാണ് ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിലിട്ട് താരാട്ട് പാടും. എന്താ താരാട്ട്? രാരാരോ രാരിരാരോ. നമ്മളോർക്കും കേൾക്കാൻ രസമുള്ള ലല്ലവി പല്ലവി ഈരടി അമ്മ വെറുതെ പാടുക അല്ല. ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിലിട്ട് ആട്ടിക്കൊണ്ട് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യമാണ് താരാട്ട്. എന്താണ് ആ ചോദ്യം? എൻ്റെ ദൈവമേ, തൊട്ടിൽ കിടക്കുന്ന ഈ സാധനം ആരാരോ? ഇതാരാരോ? ഇത് ശിവരശനാണോ, വീരപ്പനാണോ, ഒസാമ ബിൻ ലാദനാണോ, ഹമാസിൻ്റെ മക്കളാണോ? ഇതാരാരോ? വീണ്ടും പെൺപിള്ളാരെ തൊട്ടിലാട്ടിക്കൊണ്ട് ഇതാരീരാരോ? ഈ കിടക്കുന്നത് രസതന്ത്രക്കാരി കൂടത്തായി ജോളിയാണോ? ഊർതന്ത്രക്കാരി സരിത നായരാണോ? നരതന്ത്രക്കാരി സ്വപ്ന സുരേഷാണോ? ഇതാരീരാരോ? ഒരു പിടിയുമില്ല. അപ്പം നമ്മളെ മക്കളെ നന്മയിൽ നമ്മൾ വളർത്തണം, വളർത്തിയെടുക്കണം, വളർത്തി പരിപാലിക്കണം.
കുഞ്ഞുങ്ങളെ ദൈവവഴികളിൽ വളർത്തണം. കൊല്ലരുത്. ജീവിക്കാൻ നമ്മൾ അനുവദിക്കണം. 6, വ്യഭിചാരം ചെയ്യല്ല. ശാരീരിക ബന്ധത്തിൻ്റെ വ്യഭിചാരം അറിയാം. പലപ്പോഴും നമ്മുടെ വ്യഭിചാരം ഹൃദയത്തിലെ വ്യഭിചാരമാണ്. നമ്മൾ സിറ്റി താമസിക്കുന്നു, മിടുക്കന്മാരായ ആണുങ്ങൾ. പക്ഷേ ഇവിടുത്തെ പല കുടുംബനാഥന്മാർക്കും 2 ഭാര്യമാരുണ്ട് എന്നാണ് പറയുക. ഇവിടുത്തെ പല പെണ്ണുങ്ങൾക്കും 2 കെട്ടിയന്മാരുമുണ്ട്. ഒരു സഹോദരി എന്നെ തുറിച്ച് നോക്കുന്നു. എന്നാർത്ഥമുണ്ടാണ് പറയുന്നത്? വിവാഹത്തിന് മുമ്പ് പെണ്ണുങ്ങൾക്കൊരു സ്വപ്നം, ഞാൻ കെട്ടുന്ന പുരുഷൻ, ഞാൻ വിവാഹം കഴിക്കുന്ന പുരുഷൻ, ആ പുരുഷന് മമ്മൂട്ടിയുടെ ശരീരഘടന, മോഹൻലാലിൻ്റെ ചെരിഞ്ഞുള്ള നടവ്, ഉണ്ണിമുഖതൻ്റെ കട്ടിമസിൽ, പിതിരാജിൻ്റെ കുറ്റിമീശ, ഇതൊക്കെ വേണം. ദൈവം കൊണ്ട് തന്നതോ കൊടക്കമ്പി പോലെ ഉണങ്ങിപ്പോയ ഒരാൾ പിന്നെ കട്ടിമീശ ഓർത്താൽ അത് ഹൃദയത്തിലെ വ്യഭിചാരം. ആണുങ്ങൾക്ക് സ്വപ്നം, ഞാൻ കെട്ടുന്ന പെണ്ണിന് 80കളിലെ ശോഭനയുടെ വണ്ണം, 90കളിലെ ദിവ്യാവണിയുടെ പെടലി, 2000-ലെ കാവ്യമാധവൻ്റെ കണ്ണ്, 2010-ലെ സമൃദാസിൻ്റെ കോമ്പല്ല്, ഇതൊക്കെ വേണം. പക്ഷെ ദൈവം തന്നതോ ചാളമേരിയെ പോലെ ഒരാളെ തന്നു. ആരെ കിട്ടിയോ കിട്ടിയ ആളെ കൊണ്ട് സന്തോഷം, അതിനപ്പുറം ചിന്തിക്കാതിരിക്കുക. അല്ലെങ്കിൽ ഹൃദയത്തിലെ വ്യഭിചാരം. ഹൃദയത്തിലെ വ്യഭിചാരം. 7, കള്ളസാക്ഷ്യം പറയൽ. നിങ്ങളുടെ നാക്കിൽ നിന്നും ആരെക്കുറിച്ചും ഒരു കുറ്റം പറയല്. ഇന്ന് ഭരണങ്ങാനത്ത് അൽഫോൻസാമ്മയുടെ തിരുനാള്, ആയിരങ്ങൾ പോന്ന കാണാം. അൽഫോൻസാമ്മയുടെ പ്രത്യേകത, ഒന്നിനെക്കുറിച്ചും പരാതി പറഞ്ഞില്ല, വേറെ അല്പതവും ചെയ്തില്ല. നമുക്കും അങ്ങനെ പറ്റും. ഒരു പരാതിയും വേണ്ട, ഒരു പരാതിയും വേണ്ട. ആരെക്കുറിച്ചൊന്നും നമ്മൾ പറയാതിരിക്കുക. പണ്ട് ഊമക്കത്തും കൃത്രിമമായ ഫോൺ വിളി വഴി പേരുദോഷം വരുത്താം. ഇന്ന് അതിനുള്ള ഏക വഴിയാണ് വാട്സപ്പ് കൂട്ടായ്മകൾ. ഒരുപക്ഷെ ഒരുപാട് മൂന്നാംകൂലുകളും തൊഴിലില്ലാ കമ്പനികളും ചേരുന്ന വാട്സപ്പ് കൂട്ടായ്മകൾ പലപ്പോഴും കള്ളത്തരം തന്നെ. ഇന്നസെൻ്റ് എന്നോട് പറഞ്ഞാൽ 2 പ്രാവശ്യം ഞാൻ മരിച്ചെന്ന് വാട്സപ്പിൽ വാർത്ത വന്നു. എസ് ജാനകി മരിച്ചെന്ന് 3 പ്രാവശ്യം വാർത്ത വന്നു. ജീവിച്ചിരിക്കുന്നു. സീരിയൽ നടൻ മരിച്ചെന്ന് പറഞ്ഞ വാർത്ത അയാൾ തന്നെ പറയുന്നു, ഞാൻ മരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പറയുക, നല്ല പണിയുള്ളവന് തംസപ്പ്, ചെറിയ പണിയുള്ളവന് സിപ്പപ്പ്, ഒരു പണിയില്ലാത്തവന് വാട്സപ്പ് എന്നാണ് പറയുക. അപ്പം നമ്മൾ ചുമ്മാ ചപ്പും ചവറും ഷെയർ ചെയ്യല്ല. കണ്ടു മോശമാണോ ഡിലീറ്റ് ചെയ്തു, ഉപകാരമുള്ളത് മാത്രമേ ഷെയർ ചെയ്യാവൂ. കള്ളസാക്ഷ്യം പറയരുത്. 8, മോഷ്ടിക്കരുത്. എന്താ മോഷ്ടിക്കരുത്? അർഹതയില്ലാത്ത പൈസ കയ്യിൽ വെക്കരുത്. മേടിക്കുന്ന കാശിന് ആനുപാതികമായ പണിയെടുക്കണം. ചെയ്യുന്ന പണിക്ക് ആനുപാതികമായ കൂലി കൊടുക്കണം. ശമ്പളം മേടിക്കുന്ന നേഴ്സ് ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ 5 ഗുളിക പോക്കറ്റിൽ തള്ളി കയറിയാൽ അത് ചെറിയ ഒരു മോഷണമാണ്. ഷുഗർ നോക്കുന്ന സൂചി പൊക്കിക്കൊണ്ട് വന്നാൽ അത് മറ്റൊരു മോഷണമാണ്. അതിന് ശമ്പളമുണ്ട്. ചെയ്യാത്ത നമ്മൾ അർഹതയില്ലാതൊന്നും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത്. എന്നാണ് മോഷ്ടിക്കരുത് എന്ന് പറയുക. 9, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. കുടുംബത്തിൽ അത് ആണുങ്ങളോട് പെണ്ണുങ്ങളോട് കൂട്ടുകാരിയുടെ കെട്ടിയവനെ ദാഹിക്കരുത്. ഒരു വണ്ടിയെ കയറിയിട്ട് മറ്റൊരു വണ്ടിയെക്കുറിച്ച് ഓർക്കരുത്. ഞാൻ കോട്ടയത്ത് നിൽക്കുന്നു, എനിക്ക് തൃശ്ശൂരിനും പോകണം, കൊട്ടാരക്കരയ്ക്കും പോകണം. 2 പോകേണ്ടത് ആവശ്യമാണ്. ആദ്യം കിട്ടുന്ന വണ്ടിക്ക് പോയേക്കാം. തൃശ്ശൂർ വണ്ടി ഒന്ന് കയറിയിരുന്നു. ഇരുന്നപ്പോഴേ അവർക്ക് കൊട്ടാരക്കര വണ്ടി ആയിരുന്നെങ്കിൽ എനിക്ക് ചിങ്ങവനം ചങ്ങനാശ്ശേരി, തിരുവല്ല ചെങ്ങന്നൂർ, പന്തളം അടൂർ കൊട്ടാരക്കര ഇത്രയും കാണാമായിരുന്നു എന്ന്. തൃശ്ശൂർ വണ്ടി കേട്ട് ഓർക്കല്ലേ, കയറുമ്പോഴേ ആസ്വദിക്കണം. ഏറ്റുമാനൂർ കുറവലങ്ങാട്, കൂത്താട്ടുകുളം മൂവാറ്റുപുഴ, പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി, തൃശ്ശൂർ വരെ ആസ്വദിക്കണം. ഞാൻ കത്തോലിക്കാ സഭയിൽ ദേറാ സമൂഹത്തിൽ, വിവാഹം കഴിക്കാത്ത സമൂഹത്തിൽ അച്ഛനായിട്ട് വർഷം 30 കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നു, വണ്ടി തെറ്റിപ്പോയി, ഒരു കൂട്ടുണ്ടായാൽ നല്ലതായിരുന്നു, പെണ്ണ് കെട്ടിയാൽ കൊള്ളായിരുന്നു. അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ എൻ്റെ വണ്ടി ആസ്വദിക്കണം. എങ്ങനെ കുർബാനയെല്ലാം എങ്ങനെ കുംസാരിപ്പിക്കാം, എങ്ങനെയൊക്കെ നോക്കിയാൽ നിങ്ങളുടെ കയ്യിലെ പൈസ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ ഓർത്തോർത്ത് എൻ്റെ വണ്ടി ഞാൻ ആസ്വദിക്കണം. എൻ്റെ വണ്ടി തെറ്റിപ്പോയോ ദൈവമേ ഓർക്കുമ്പോഴാണ് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച 3 മക്കളുടെ അപ്പൻ്റെ കത്ത് പൊന്നി ജോസഫ് അപ്പനായൊരു ഇനി അച്ഛനാകുന്ന സഭ വല്ലുണ്ടോ. ഞാൻ കഴിഞ്ഞ വർഷം ജൂലൈ 1 പരിമല ആശുപത്രിയിലായിരുന്നു. ഡോക്ടേഴ്സ് കൂട്ടായ്മയിൽ ക്ലാസ്സിലൊക്കെ വേണ്ടി തിരുമേനി പിടിച്ചിട്ട് ഞാൻ ചെന്നതാണ്. അപ്പോൾ അതിനടുത്ത് എന്നെ പഠിപ്പിച്ച ഒരു സാറുണ്ട്. ഞാൻ പള്ളിയിലെ കർമ്മ കഴിഞ്ഞ് ആ സാറിനെ കാണാൻ ചെന്നു. പ്രായമായിട്ടിരിക്കുക. അപ്പോൾ ആ സാറ് പറഞ്ഞു, അയ്യോ അച്ഛൻ വന്ന സന്തോഷം, പഠിപ്പിച്ച കുട്ടിയല്ലേ,
ടി വിയിലെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ നേര് കാണുമ്പം ഒരു കാര്യം ചോദിക്കാനിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ അതെന്താ, അച്ഛനാകെ ചെന്നാലും പെണ്ണ് കെട്ടണമെന്ന് കാര്യമായി തോന്നിയിട്ടുണ്ടോ? ഞാൻ അതെന്താ, അച്ഛൻ്റെ പ്രസംഗം കഴിഞ്ഞ് ഞങ്ങൾ കുടുംബത്തോടെ ചിരിക്കാറുണ്ട്, വേണ്ടാത്ത വല്ല തോന്നലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു, സത്യം പറയാമല്ലോ, കഴിഞ്ഞ വർഷം ഒരു ദിവസം അടുപ്പിച്ച് 3 പ്രാവശ്യം ഇന്ന് തന്നെ കെട്ടണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അതെന്താ, ധ്യാനിപ്പിച്ച് മടുത്ത് വന്ന് തുണി അലക്കി ഒരം കഴിച്ചു കൂട്ടിയപ്പോൾ ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ ഇത് അലക്കി കിട്ടിയതിനല്ലോ എന്ന് ഞാനൊന്ന് ചിന്തിച്ചു പോയി. ഉടനെ ആ സാറ് പറഞ്ഞു, പൊന്നു ജോസഫ് അച്ഛാ, ഇനി മേലിൽ അങ്ങനെ ഓർത്തേക്കരുത്. അതെന്താ, എൻ്റെ അച്ചു എൻ്റെ പെമ്പനോത്തി ഇന്നും അവിടെ സകലമാന തുണിയും എന്നെക്കൊണ്ട് അച്ഛ അലക്കിപ്പിക്കുന്നത്. അപ്പം എവിടെയാണോ അവിടെ ആയിരിക്കുക. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ ഭർത്താവിനെ മോഹിക്കരുത്. അവസാനമായി 10, അന്യൻ്റെ സ്വത്ത് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളതാണ്. ഉള്ളതുകൊണ്ട് 10ാം പ്രമാണം പറയുന്നു, നമ്മൾ അവരൻ്റെ സ്വത്ത് ആഗ്രഹിക്കുന്നുള്ളതാണ് വ്യാഖ്യാനം. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കട്ടിയെടുക്കുക എന്നുള്ളതല്ല. അതിൻ്റെ അർത്ഥം ദൈവം നൽകിയ അവസ്ഥയിൽ ഒതുങ്ങി ജീവിക്കാൻ പഠിക്കണം. എനിക്ക് 7 ലക്ഷത്തിന് കാറ് മേടിക്കാനുള്ള പണമുണ്ട്, അയൽവാസിക്ക് 15 ലക്ഷത്തിന്. അവനൊപ്പം നിൽക്കാൻ വേണ്ടി 8 ലക്ഷം കടമെടുത്ത് കാറ് മേടിച്ചാൽ അത് പാപമാ, അനുഗ്രഹത്തിന് തടസ്സമാണ്. എനിക്ക് 10 ലക്ഷത്തിന് ചെറിയ പേര കുത്തിക്കൂട്ടാനേ പറ്റുള്ളൂ. കടം മേടിച്ച് 30 ലക്ഷത്തിൻ്റെ പണിതാൽ അത് തിന്മയാണ്. കാശ് നല്ല ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മേടിക്കാം, വാശിക്കും മത്സരത്തിനും എടുക്കരുത്. ദൈവം എന്ന സ്വത്തിൽ ഒതുങ്ങി ജീവിക്കുന്നവരെ പടിപടിയായി വളരും. ആ ഒതുക്കമില്ലെങ്കിൽ എത്ര വലിയവനും തകരും. ബൈജൂസ് ആപ്ലിക്കേഷൻ നമുക്ക് കാണാം, എത്ര കോടിയാ ഇന്ന് പാപ്പരായില്ലേ. ഇഷ്ടം പോലെ കൊടുത്തു, പക്ഷെ ശ്രദ്ധിക്കാതെ കൈകാര്യം ചെയ്തതിലാണ് അപകടങ്ങൾ സംഭവിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ചികിത്സ അച്ഛനായ ഞാൻ പ്രതീക്ഷിക്കില്ല. എനിക്ക് കിട്ടുന്ന ചികിത്സ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്ന ഒരു തർമ്മക്കാരന് പറയരുത്. കിട്ടിയ അവസ്ഥയിൽ ഒതുങ്ങി ജീവിക്കുക, അന്യൻ്റെ വസ്തു ആഗ്രഹിക്കരുത്. ദൈവം തന്ന അവസ്ഥയിൽ അങ്ങനെ കുടുംബത്തെ കരുപിടിപ്പിക്കാം. ഇടവകയുടെ 75ാമത് വാർഷികത്തിലൂടെ കടന്നു പോകുമ്പോൾ അനുഗ്രഹീതമായ കുടുംബജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലതുകരം നമ്മളെ ആശീർവദിക്കട്ടെ. തോമാശ്രീയുടെ മധ്യസ്ഥത നമുക്ക് ലഭിക്കട്ടെ. എല്ലാവിധ ജൂബിലി മംഗളങ്ങളും ഒക്കെ ഈ വർഷം മുഴുവൻ ഞങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.